اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا، واجعل الحياة زيادة لنا في كل خير، والموت راحة لنا من كل شر. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نسألك من الخير كله ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് നൽകിക്കഴിഞ്ഞാൽ ആ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. കാരണം ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. യഫ്അലു മാ യശാ, അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതവൻ പ്രവർത്തിക്കും. ഫഅലുൻ ലിമാ യുരീദ്,
എന്താണോ അള്ളാഹു വേണ്ടുക വെക്കുന്നത് അതാണ് അവൻ പ്രവർത്തിക്കുക. ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ അള്ളാഹു തീരുമാനിച്ചാൽ ഹിദായത്ത് നൽകും. യഹ്ദി മൻ യശാ. ഇനി ഒരാളെ ദലാലത്തിലാക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശമെങ്കിൽ ദലാലത്തിലാക്കും. യുദില്ലു മൻ യശാ. അക്കാര്യത്തിൽ പിന്നെ ആരുടെയും ഇടപെടലുകളെ, ആരുടെയും ഒരു തരത്തിലുള്ള ഒന്നും അല്ലാഹു തആല പരിഗണിക്കുകയില്ല. ഹിദായത്തിലായി കഴിഞ്ഞാൽ ഇന്ന കാരണത്താലാണ് ഹിദായത്ത് നൽകിയത് എന്ന് അല്ലാഹു തആല വെളിവാക്കാറില്ല. ഇന്നാക്ക് ഹിദായത്ത് കിട്ടിയത് ഇന്ന കാരണത്താലാണ്, ഹിദായത്ത് കിട്ടാത്തത് ഇന്ന കാരണത്താലാണെന്ന് അവൻ വെളിവാക്കാറില്ല. ഖത്താബിന്റെ മകൻ ഉമറിന് ഹിദായത്ത് അല്ലാഹു നൽകി, ഇന്ന കാരണത്താൽ നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാറില്ല. അബൂതാലിബിന് അല്ലാഹു തആല ഹിദായത്ത് നൽകിയില്ല, എന്തുകൊണ്ട് നൽകിയില്ല എന്ന കാര്യം അല്ലാഹു തആല വിശദീകരിക്കാറില്ല. അബൂജഹലിന് അല്ലാഹു തആല ഹിദായത്ത് നൽകിയില്ല, അതേസമയം അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ബിൻ അബീ ജഹലിന് അല്ലാഹു തആല ഹിദായത്ത് നൽകി. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ത് യോഗ്യത വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക? അബൂജഹലിന്റെ യോഗ്യതയെ പറ്റി നമുക്കറിയാം ചരിത്രത്തിലൂടെ. അബൂജഹലിന്റെ മകന്റെ യോഗ്യതയും നമുക്കറിയാം. അബൂജഹലിന്റെ മകൻ ഭാര്യയെയും കൂട്ടി സ്ഥലം വിടാൻ തീരുമാനിച്ചാണ് മക്കം ഫത്തഹിന്റെ സമയം. തിഹാമ കടപ്പുറത്ത് കടലിലും കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി പോയപ്പോൾ ഭാര്യ പറഞ്ഞു, എങ്ങോട്ടാ ഓടുന്നു? നമ്മൾ എങ്ങോട്ട് പോയിട്ടാ കാര്യം? എവിടെ പോയിട്ടാ ജീവിക്കുക? രാജ്യമായ രാജ്യമെല്ലാം മുഹമ്മദിന് ഫത്ഹാൻ തുടങ്ങി. ഇനിയിപ്പോ അള്ളാഹുവിനെ അംഗീകരിച്ച്, അള്ളാന്റെ റസൂലിനെ അംഗീകരിച്ച് ജീവിക്കലല്ലേ നല്ലത്? ഭാര്യന്റെ അഭിപ്രായം. നീ നിന്റെ സൗകര്യം പോലെ ചെയ്തോന്നും പറഞ്ഞിട്ട് ഭാര്യയെ അങ്ങോട്ട് വിട്ടിട്ട് മുപ്പക്കപ്പലിൽ കയറി വിട്ടതാ. യാത്രാമധ്യേ കപ്പലിളകി, കടലിളകി, കപ്പൽ ഭീഷണിയുടെ വക്കത്താണ്. ആ സമയത്ത് കപ്പലിലുണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത തുറമുഖത്തിറങ്ങി കക്ഷി തിരിച്ചു വന്നു. കലിമ ചൊല്ലി മുസ്ലിമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു, ഉദ്ദേശിച്ചവർക്ക് നൽകാതിരിക്കുന്നു. ആ ഉദ്ദേശത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു എന്താണോ ചെയ്യുന്നത് അത് കാണുക എന്നല്ലാതെ. പക്ഷെ രണ്ടാമത്തെ വിഷയം ഇസ്തിഖാമത്താണ്. ഈ കിട്ടിയത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് വിഷയം. അത് ആർക്കാണോ കിട്ടിയത് അയാളുടെ പരിശ്രമത്തിന്റെ തോതനുസരിച്ചാണ് ഈ നിലനിന്ന് കിട്ടുക എന്നുള്ളത്. മരിക്കുന്നത് വരെ നിലനിന്ന് കിട്ടണം. മരിക്കാൻ നേരത്ത് ആ അമാനത്ത് അല്ലാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം. മരിക്കാൻ നേരത്ത് തിരിച്ചേൽപ്പിക്കണം. മൻ കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയോ അവൻ രക്ഷപ്പെട്ടു, സ്വർഗത്തിൽ കടന്നു. നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കും, തെറ്റായ തെറ്റ് മുഴുവനും ചെയ്ത ഒരാള് അയാളുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊരാള് മുസ്ലിമാണ്, മരിക്കാൻ നേരത്തെ കലിമ ചൊല്ലിയിട്ടാണ് മരിച്ചത്, അയാളെ സംബന്ധിച്ച് നാം എന്ത് തീരുമാനം എടുക്കണം? തീർച്ചയായിട്ടും അയാൾ സ്വർഗത്തിലാണെന്ന് തീരുമാനിക്കണം. ഈ ഹദീസിന്റെ അടിസ്ഥാനം അല്ലാഹുവിന്റെ മശിയത്തനുസരിച്ച്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ടുള്ള ഭാഷയിലല്ല. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞതിന് അങ്ങനെ അർത്ഥം കൽപ്പിച്ചേക്കണ്ട. നിർബന്ധമായും അയാളെ സ്വർഗത്തിൽ ഉണ്ടാകരുകാരെന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കലാമനുസരിച്ച്, റസൂലുള്ളാഹി തങ്ങളുടെ വാചകമനുസരിച്ച് അയാളെ സംബന്ധിച്ച് നാം സംശയിക്കേണ്ടതില്ല. അയാളുടെ ജീവിതത്തിൽ എന്തോ തെറ്റ് ചെയ്ത ആളായിക്കോട്ടെ, അയാൾ മുസ്ലിമാണ്,
നമ്മുടെ ദൃഷ്ടിയിലാണ് ശരി ചെയ്തതൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ ദൃഷ്ടിയാണ് തെറ്റിയതേ കണ്ടിട്ടുള്ളൂ. പക്ഷെ രോഗിയായിട്ട് കിടന്ന കുറേ ദിവസം കുടുംബക്കാരും ബന്ധുക്കളെല്ലാം അടുത്തുണ്ട്. അയാൾ ഒരു ദിവസം മരിച്ചു. മരിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരിച്ചത്. നഹ്നു നഹ്കുമു ബിൽളവാഹിർ വല്ലാഹു യതവല്ല സറായിർ. നാം ബാഹ്യമായ കാര്യങ്ങളനുസരിച്ച് വിധി കൽപ്പിക്കേണ്ടവരാണ്. ആന്തരികമായ വിഷയങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അള്ളാഹുവാണ്. വല്ലാഹു യതവല്ല സറായിർ. സിർറുകളുടെ യഥാർത്ഥ അവകാശം അള്ളാഹുവാണ്. സിർറുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. ബാഹ്യമായ അവസ്ഥയിൽ അയാൾ കലിമ ചൊല്ലിയിട്ടാണ് മരിച്ചതെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും പിന്നെ നമുക്ക് പറയാൻ അവകാശമില്ല. മരിച്ചതിന് ശേഷം പൊതുവെ മരിച്ചാളെ പറ്റി ദോഷങ്ങൾ പറയരുത് എന്ന് നിരോധിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ മഹാസിനുകൾ, അവരുടെ നന്മകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നന്മ ചെയ്ത ഒരാൾ മരിച്ചു, അയാൾ മരിച്ചതിന് ശേഷം അയാളെ നന്മകൾ നിങ്ങൾ പറയുമ്പോഴെല്ലാം ഓരോ നന്മകൾ ചെയ്തതായിട്ട് അയാൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മരിച്ചാളെ നന്മ പറയാൻ വേണ്ടി പറഞ്ഞത്. തിന്മ പറഞ്ഞാലും അങ്ങനെ തന്നെ. ഒരാളൊരു തിന്മ ചെയ്തു വെച്ചു സ്ഥിരമായിട്ട്, അയാൾ മരിച്ചു, തിന്മ നടക്കുകയാണ്, ഇന്നാള് ചെയ്തു വെച്ച മുസീബത്താണ് ഇത് എന്ന് പറയുമ്പോഴെല്ലാം ആ ഓരോ പ്രാവശ്യം തെറ്റ് അയാളെ കിതാബിൽ രേഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഏർപ്പാടുകളാണ് ദുനിയാവിൽ ചെയ്തത്. മരിക്കുന്നത് വരെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുകയും മരണത്തോടുകൂടി അള്ളാഹുവിനെ അത് ഭദ്രമായി ഏൽപ്പിക്കുകയും ബർസഖിന്റെ ലോകത്തത് തിരിച്ചു വാങ്ങുകയും എന്നിട്ട് ആ രേഖയുമായിട്ട് മഹ്ശറയിൽ ഹാജരാകുകയും ആ രേഖ വെച്ചുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യണം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തി നിർത്തുന്നതാണ്, അവർക്ക് സബാത്ത് നൽകുന്നതാണ്, അവർക്ക് സ്ഥിരത നൽകുന്നതാണ്. ചാഞ്ചാട്ടം അവർക്ക് ഉണ്ടാകുകയില്ല. മുഅ്മിനീങ്ങൾക്ക് ബിൽ ഖൗലി സാബിത്, സ്ഥിരതയുടെ വാചകം കൊണ്ട്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അല്ലാഹു തആല പറയും യുസബ്ബിതുല്ലാഹു, അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ആരെ? അല്ലദീന ആമനൂ, ഈമാന്റെ അഹ്ലുകാരെ. എന്ത് വെച്ചിട്ടാണ് അവരെ ഉറപ്പിച്ചു നിർത്തുന്നത്? ബിൽ ഖൗലി സാബിതി, സബാത്തിന്റെ ഖൗല് കൊണ്ട്. അതേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫിൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിൽ. ഇവിടെ തഫ്സീർ ഐ ഫീ ഖബരിഹി ഇൻദ സുആൽ എന്നാണ്. ഖബറിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ് ഇവന്റെ ഉത്തരവാദിത്വം. അള്ളാഹു ആ സമയത്ത് ഭൂമിയിൽ അവൻ ഏതൊരു കലിമ അനുസരിച്ച് ജീവിച്ചവനാണോ ആ കലിമയുടെ മേൽ തന്നെ ഖബറിൽ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹ് അവനക്ക് ഏർപ്പാടുണ്ടാക്കി കൊടുക്കുന്നതാണ്. വഫിൽ ആഖിറ, വഫിൽ ആഖിറ, ആഖിറത്തിൽ അഥവാ ഹിസാബിന്റെ സമയം, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നതാണ് അവന്റെ കാര്യത്തിൽ. അവിടെയും അല്ലാഹ് ഇടപെടുന്നതാണ് അവന്റെ കാര്യത്തിൽ. ബിൽ ഖൗലി സാബിത്, സബാത്തിന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചുകൊണ്ട് മഹ്ശറയിലും അവന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഇടപെടുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്നൊരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വാഹകനായി തെരഞ്ഞെടുക്കുക എന്നത് അള്ളാന്റെ മശിയത്തുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിൽ ഒരാളുടെ പരിശ്രമം, അല്ലെങ്കിൽ ഒരാളുടെ യോഗ്യത, അല്ലെങ്കിൽ അയാളുടെ ശേഷികൾ, അല്ലെങ്കിൽ അയാളുടെ പാരമ്പര്യ ഗുണങ്ങൾ,
അതല്ലെങ്കിൽ അയാളുടെ വേറെ ആരെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങൾ, കെയർ ഓഫുകൾ, ഇതൊന്നും ഹിദായത്തിന് അല്ലാഹു തആല പരിഗണിക്കുന്നില്ല. നാം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടിയ ഹിദായത്തും ആ രീതിയിൽ തന്നെ കാണണമെന്ന്. നമ്മള് മുഅ്മിനീങ്ങളാണ്, ഈമാന്റെ അഹ്ലുകാരാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണ് എന്നതിന് തെളിവെന്താണ്? നമ്മൾ ഈമാന്റെ അഹ്ലുകാരാണ് എന്നതിന് തെളിവെന്താണ്? അല്ലാഹുവിന്റെ അടുക്കലുള്ള റിക്കാർഡ് നമ്മുടെ കയ്യിലില്ല. മുഅ്മിനീങ്ങളാണ് എന്ന് ബോധ്യപ്പെടാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഈ സമയത്ത് ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈമാന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാ ഇലാഹ എന്നതിലെ നഫിയും ഇല്ലല്ല എന്നതിലെ ഇസ്ബാത്തും, ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒന്ന് നിരാകാരമാണ്, മറ്റേത് പൂർണ്ണമായ രീതിയിൽ നിർമ്മാണാത്മകമാണ്. ഒന്ന് സംഹാരമാണ്, ഒന്ന് നിർമ്മാണമാണ്. ലാ ഇലാഹ അത് നഫിയാണ്, നിരോധനമാണ്, നിർമാർജനമാണ്, ഇല്ല എന്ന് ക്ലിയർ ആക്കലാണ്. രണ്ടാമത്തെ പാർട്ട് ഇസ്ബാത്താണ്, ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കലാണ്. അപ്പൊ കലിമ രണ്ട് പാർട്ടാണ്, കലിമ രണ്ട് റുക്കിനാണ്. ഒന്ന് നഫി, മറ്റേത് ഇസ്ബാത്ത്. നഫി നിരാകരണം, ഇസ്ബാത്ത് സ്ഥിരീകരണം. അറബികൾ ഒരു വാക്ക് പറയാറുണ്ട് സാധാരണ, അത്തഹിലിയത്തു ഖബില തഹ്ലിയ എന്ന്. നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് സൈറ്റ് ക്ലിയർ ആക്കുന്നതിനാണ് ഇത് പറയുക. തഹ്ലിയ എന്ന് പറഞ്ഞാൽ സൈറ്റ് ക്ലിയർ ആക്കുക, ഖബില തഹ്ലിയ നിർമ്മാണം നടക്കുന്നതിന് മുമ്പ്. ഈമാന്റെ കാര്യത്തിലും അത് തന്നെയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതി. ആദ്യം സൈറ്റ് ക്ലിയർ ആക്കുക, ലാ ഇലാഹ ഐ ലാ മഅബൂദ ബിഹഖ്. ഏതെല്ലാം കാര്യങ്ങളിലാണോ മനസ്സിന്റെ ആശ്രയത്വം ഇതുവരെ നിലനിർത്തി പോന്നത്, ചിലപ്പോൾ ചില വ്യക്തിയിലായിരിക്കും ആശ്രയത്വം ഉണ്ടായിട്ടുണ്ടാകുക, ചിലപ്പോൾ ചില ശക്തികളിലായിരിക്കും ആശ്രയത്വം ഉണ്ടായിട്ടുണ്ടാകുക, ചിലപ്പോൾ ചില വസ്തുക്കളിലായിരിക്കും ആശ്രയത്വം ഉണ്ടായിട്ടുണ്ടാകുക. വ്യക്തികൾ ഏതുപോലെ? വലിയുകൾ പോലെ, ശൈഖുകൾ പോലെ, ബീവികൾ പോലെ, ബാവമാര് പോലെ, ദേവികൾ പോലെ, ദേവന്മാര് പോലെ, ഭരണാധികാരികൾ പോലെ, അഥവാ ഫിർഔനെ പോലെ, കാറൂനെ പോലെ, അബൂലഹബിനെ പോലെ, ഈ രീതിയിൽ വ്യക്തികളിൽ ആശ്രയത്വം, അല്ലെങ്കിൽ ഒരു MLA പോലെ, ഒരു MP പോലെ, ഒരു മന്ത്രിയെ പോലെ, ഒരു വില്ലേജ് ഓഫീസറെ പോലെ ശിർക്ക് വന്നു ചേരുന്ന വഴികളാണ് കംപ്ലീറ്റ്. വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ്. ഇസ്ബാത്തിനേക്കാൾ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് നഫി, നിരാകരണം. വല്ലാഹി നിരാകരണമില്ലാതെ ഇസ്ബാത്ത് ശരിയാകുകയില്ല. 100% അതിന്റെ അവസാനത്തെ അംശവും കൂടി ക്ലിയർ ആക്കിയതിനു ശേഷമേ തൗഹീദ് ഹൃദയത്തിൽ കയറുകയുള്ളൂ. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കും. മിക്സിംഗ് അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളക്കാരായ നമുക്ക് അമ്പലമാണ് ഓർമ്മ വരിക, അല്ലെങ്കിൽ ചർച്ചാണ് ഓർമ്മ വരിക, അല്ലെങ്കിൽ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ആണ് മുശ്രിക്ക്, കാഫിർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. നാം തൽക്കാലം അവരെ കംപ്ലീറ്റ് മാറ്റി നിർത്തി. എന്നിട്ട് ശിർക്ക്, കുഫ്ർ എന്ന് പറയുമ്പോഴൊക്കെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് മടങ്ങി, നാം നമ്മിലേക്ക് മടങ്ങി, നാം
സ്വന്തത്തിലേക്ക് മടങ്ങി, സ്വന്തം സമൂഹത്തിലേക്ക് മടങ്ങി. ആദ്യം സ്വന്തം കാര്യം, പിന്നെ സമൂഹത്തിന്റെ കാര്യം. എത്രത്തോളം നഫി യാഥാർത്ഥ്യമായിട്ടുണ്ട്, കലിമ തഹ്ഖീഖ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം സ്വയം പഠിക്കും. ഞാൻ എൻ്റെ കലിമ എത്രത്തോളം തഹ്ഖീഖ് ചെയ്തിട്ടുണ്ട്. കലിമ തഹ്ഖീഖ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കലിമയുടെ 2 പാർട്ട് ക്ലിയർ ആയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ കലിമ സ്വഹീഹ. കലിമ സ്വഹീഹാക്കുക. കലിമ സ്വഹീഹാക്കാൻ അതിന് 2 ഫർളുകളുണ്ട്. നിസ്കാരം സഹീഹാക്കുക, അതിന് 10-14 ഫർളുകളുണ്ട്. നോമ്പ് സഹീഹാക്കുക, അതിന് 2 ഫർളുകളുണ്ട്. ഹജ്ജ് സഹീഹാക്കുക, അതിന് 5 ഫർളുകളുണ്ട്. അമലിന്റെ ഫർളുകളെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, അത് നമ്മൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നു. ഈമാന്റെ ഫർള് നമുക്ക് അറിയുകയും ചെയ്യില്ല, നമ്മളത് കൃത്യമായി നിർവഹിക്കാൻ തയ്യാറാവുന്നില്ല. അതെന്താ കാര്യം? അമലുകളുടെ ഫർളുകളെ പറ്റി നാം ദൈനംദിനം പഠിക്കുകയും ചെയ്യുന്നു. നിസ്കാരത്തിന്റെ ഫർള് 14 അല്ലെങ്കിൽ 18 എത്രയാണോ, നിയ്യത്ത്, ഫാത്തിഹ ഓതൽ, റുക്കൂ ചെയ്യൽ, അതിനെപ്പറ്റി നമ്മളിങ്ങനെ കണിശമായി പഠിക്കുക. ഇനി അഥവാ ഒരുത്തന്റെ ഫാത്തിഹയിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അപ്പൊ തന്നെ നമ്മൾ വിളിച്ചിട്ടോട് പറയണം, അതിന്റെ ഫാത്തിഹ തെറ്റായി, നിസ്കാരം പോക്കാണ്, അതിന്റെ സുജൂദ് തെറ്റാണ്, നിസ്കാരം പോക്കാണ്. എന്തുകൊണ്ടാണത്? നിസ്കാരം പൊയ്പോകുന്ന ഘടകങ്ങളെ പറ്റി നാം അറിയുന്നത് കൊണ്ടാണ്. അറിയാത്ത പറയില്ല. അതേപോലെ തന്നെ നോമ്പ്, ഇന്ന കാരണത്താൽ നമ്മുടെ നോമ്പ് ബാത്തിലാകുമെന്ന് നമുക്കറിയാം, അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കും. ഹജ്ജ് ബാത്തിലാകുന്ന കാര്യം നാം കൃത്യമായിട്ട് പഠിക്കും. ഹജ്ജിന് പോകുമ്പോൾ ബഹുമാനമുള്ളവരെ അഅ്മാലിനെ സംബന്ധിച്ചുള്ള കണിശമായ നിയമങ്ങൾ നാം പഠിക്കുമ്പോഴും ഈമാനിനെ സംബന്ധിച്ചുള്ള കണിശമായ നിയമങ്ങൾ പഠിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഈമാൻ ക്ലിയർ ആയി, ഇനി അമലുമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ ചിന്ത തെറ്റാണ്. ഈമാനുമായി ബന്ധപ്പെട്ട ശുറൂത്തുകളെയും ഫറായിദുകളെയും പൂർണ്ണമായി പാലിക്കാൻ കഴിയുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്ത് ക്ലിയറായി, ഫാത്തിഹ നിർവഹിച്ചു, സൂറത്ത് ഓതി, റുക്കൂ നിർവഹിച്ചു, ഇഅ്തിദാൽ ചെയ്തു, സുജൂദ് ചെയ്തു, ഇടയിലിരുന്നു, വീണ്ടും സുജൂദ് ചെയ്തു, എഴുന്നേറ്റ് നിന്നു, അതും ക്ലിയറായി. രണ്ടാമത്തെ റക്അത്ത് ക്ലിയർ, മൂന്നാമത്തെ റക്അത്ത് ക്ലിയർ, നാലാമത്തെ റക്അത്തിൽ റുക്കൂ ചെയ്തില്ല, നിസ്കാരം പൂർത്തിയായി. റുക്കൂ ചെയ്യാതെ നിസ്കാരം ബാത്തിൽ. ഒന്ന് ബാത്തിലല്ല, രണ്ടാമത്തെ റക്അത്തും ബാത്തിലല്ല, മൂന്നാമത്തെ റക്അത്തും ബാത്തിലല്ല. നാലാമത്തെ റക്അത്തിൽ ഒരു ഫാത്തിഹ മിസ്സായപ്പോൾ നാലാമത്തെ റക്അത്ത് മാത്രമാണോ ബാത്തിലായത്, അതോ 4 റക്അത്തും കൂടി ബാത്തിലായോ? 4 റക്അത്തും ബാത്തിലായി. റമദാൻ മാസം നോമ്പ് തോറ്റു, സുബ്ഹിയായി, ളുഹറായി, അസ്റായി, 4 മണിയായി, 5 മണി, 6 മണി കൃത്യമായി സൂക്ഷിച്ചു, ഒന്നും അകത്ത് കടന്നില്ല, വളരെ ശ്രദ്ധിച്ചു. 6:05 മഗ്‌രിബ് ബാങ്ക്, കൃത്യം 6 മണിക്ക് ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ച്. 5 മിനിറ്റ് നേരത്തേക്കുള്ള നോമ്പ് ബാത്തിലായോ, അതോ 24 മുഴുവൻ നോമ്പും ബാത്തിലായോ? മുഴുവൻ നോമ്പും ബാത്തിലായി. ഞാൻ 6 മണിക്കാണ് ഇവിടെ, 6 മണി വരെയുള്ള നോമ്പൊക്കെ 5 മിനിറ്റിന്റെ നോമ്പേ ബാക്കിയുള്ളൂ. ആ 5 മിനിറ്റ് പിന്നെ ഒരിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നടക്കൂല. ആ നോമ്പ് ഫുള്ളായിട്ട് മാറ്റണം. എങ്കിൽ ഈമാന്റെ കാര്യം. അപ്പോൾ ഈമാന്റെ ഫർളുകൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്താണ് ഈമാന്റെ ഫർളുകൾ? റുക്നുൽ ഈമാൻ. ഈമാന്റെ ഫർളുകൾ 2ആണ്. ഒന്ന് അന്നഫി, മറ്റേത് രണ്ടാമത്തെ ഇസ്ബാത്ത്. നഫിയെ 100% നിരാകരിക്കലാണ്. എന്തിനാണ് നിരാകരിക്കേണ്ടത്? ഒന്നാമതായി ശക്തികളെ നിരാകരിക്കണം. മലക്കുകളെ പോലെ, മലക്കുകൾ ഒരു ശക്തിയാണ്. ജിന്നുകളെ പോലെ, ജിന്നുകൾ ഒരു ശക്തിയാണ്. അതേപോലെ തന്നെ തീനാളങ്ങൾ പോലെ, സൂര്യൻ പോലെ, ചന്ദ്രൻ പോലെ, ചൂട്, തണുപ്പ്, മഴ മുതലായവ പോലെ മുഴുവനത്തിനെയും നിരാകരിക്കണം. വ്യക്തികളെ നിരാകരിക്കണം. ശൈഖുകൾ, വലിയുകൾ, ബീവിമാർ, ബാവമാർ, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ,
മരിച്ചുപോയ ദൈവങ്ങൾ, വോട്ട് ജയിപ്പിച്ച MLA-മാർ, MP-മാർ, മന്ത്രിമാർ, വില്ലേജ് ഓഫീസർ മുതൽ പ്യൂണ് മുതൽ എന്റെ കാര്യത്തിൽ ഇന്നാൾ ഇടപെട്ടത് കൊണ്ടാണ് ശരിയാകുന്നത് എന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഒരാളിൽ ഇത്തിമാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഫീൽ ഉൾപ്പെടുത്തേണ്ട വിഷയമാണ്. എന്നെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. വളരെ ഗൗരവമായിട്ട് കംപ്ലീറ്റ് വിഷയങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർദ് പൂർത്തിയായിട്ടുണ്ടോ നാം പരിശോധിക്കണം. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരുടെ കഥയായി പറയണത്. അവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈമാനും കുഫറും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേഗം വരിക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളോ. കാരണം ഇത് നമുക്ക് ബാധകമല്ല, എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ ആരോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ ഉമ്മത്തിൽ ആദ്യ കാലഘട്ടങ്ങൾ കടന്നു വന്ന ബിദ്അത്തിന്റെ ആൾക്കാർ, ഷിയാക്കൾ, റാഫിലിയാക്കൾ, മുഅ്തസിലുകൾ, ഖവാരിജുകൾ, ജഹ്മുകൾ, ഖദരിയാക്കൾ, ജബരിയാക്കൾ, ഇവരൊക്കെ ഈ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നഫീ സുബാത്ത് സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ അബദ്ധകരമായ പ്രമാണങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ലോകത്ത് മഹാഭൂരിപക്ഷത്തിന്റെ കയ്യിലുള്ളത്. അങ്ങനെ പരമ്പരാഗതമായി 600-700 കൊല്ലം കേട്ട് തലമുറ കൈമാറി നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെത്തിയപ്പോൾ നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു പ്രമാണത്തെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ടാണ് ഈമാന്റെ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചു പോവാത്തത്. എല്ലാ മേഖലകളിലും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സകല വിഷയത്തിലും കലിമയുടെ ഒന്നാമത്തെ ഭാഗമായ നഫീ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ലാ ഇലാഹ, നിരാകരണം, അത് ഒന്നാമത്തെ ഫർളാണ്. അത് തന്നെയാണ് ആദ്യം പോകേണ്ടത്. ഇസ്ബാത്ത് രണ്ടാമത് നടക്കേണ്ട കാര്യമാണ്. സ്ഥിരീകരണം. എന്തിനെയാണ് നിരാകരിക്കേണ്ടത്? ഇലാഹുകളെ. എന്നിട്ട് അവിടെ സ്ഥാപിക്കേണ്ടത് പിന്നെ എന്തിനെയാണ്? അല്ലാഹുവിനെ. അള്ളാനെ സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ഇലാഹുകൾ പോയി തുടങ്ങും എന്നൊരു ധാരണയുണ്ട്. അത് അഖീദത്തുൽ ഇൽമിനെതിരാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ച അഖീദക്കെതിരാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ച അഖീദ എന്താ? ആദ്യം നഫീ തന്നെയാണ്, ആദ്യം നിരാകരണം തന്നെയാണ് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, 43-ാമത്തെ വയസ്സിൽ റിസാലത്ത് കിട്ടി. നുബുവത്ത് ദഅവത്തിന് വേണ്ടിയുള്ളതല്ല, നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. ആർക്ക്? ആ പ്രവാചകന് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. ആ പ്രവാചകനെ ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയുള്ളതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് 3 വർഷത്തെ തർബിയത്ത്, 10 വർഷം 25 വർഷമൊക്കെ തർബിയത്തുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ ഒരുപാട് തർബിയത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബിക്ക് അതിലും കൂടുതലാണ് തർബിയത്ത്. എന്നാൽ തർബിയത്ത് മാത്രമുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, അവരാണ് കൂടുതൽ. ദഅവത്ത് റിസാലത്ത് കൊണ്ടാണ് സ്ഥിരപ്പെടുന്നത്. ദഅവത്തിന്റെ ജോലി ആരംഭിക്കുന്നത് റിസാലത്തോടു കൂടിയാണ്, റസൂലാകലോടു കൂടിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം അല്ലാഹുവിന്റെ തർബിയത്തിലും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലും ആണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിക്കുന്നത്? 40 വയസ്സ് വരെ പ്രവാചകന്റെ ചുറ്റുപാടുകളും നാട്ടിന്റെ സമ്പ്രദായങ്ങളും ആ വിഷയത്തിൽ പ്രവാചകന് നടന്നുപോയ സ്വാധീനങ്ങളും എന്തെങ്കിലും അംശം ബാക്കിയുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി എടുക്കുക എന്നതാണ് ഈ 3 കൊല്ലത്തെ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങൾ മുഹമ്മദ് മുസ്തഫാന്റെ മനസ്സിൽ ബാക്കി വരാൻ പാടില്ല, ചുറ്റുപാടുകൾ ബാക്കി വരാൻ പാടില്ല,
സമ്പ്രദായങ്ങൾ ബാക്കി വരാൻ പാടില്ല. കംപ്ലീറ്റ് ക്ലിയർ ആവണം. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയാക്കി എടുക്കുകയാണ് പ്രവാചകനെ. പ്രവാചകൻ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും ചില ശുദ്ധീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മിഅ്റാജുമായി ബന്ധപ്പെട്ട, ഇസ്രാവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിലായിരുന്നു. രാത്രി സമയം മട്ടുപ്പാവിലൂടെ, മേൽക്കൂരയിലൂടെ ഇറങ്ങി ജിബ്രീൽ. എന്നിട്ട് എന്നെ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് എന്റെ നെഞ്ച് കീറി അതിൽ നിന്നൊരു വസ്തു എടുത്തു മാറ്റി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന തശ്ത് തളിക, അതിൽ ഈമാനും ഹിക്മത്തും നിറച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഹൃദയത്തിൽ അടക്കം ചെയ്ത് പൂർവസ്ഥിതിയിലേക്ക് മാറ്റി. എന്നിട്ട് എന്നോട് ജിബ്രീൽ പറഞ്ഞു, യാത്രക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളുക. മ്ലേച്ഛതയുടെ അംശത്തിന്റെ അവസാനത്തെ ഭാഗവും കൂടി ക്ലിയർ ആക്കിയതാണ്. എന്നിട്ട് ഈമാനും ഹിക്മത്തും നിറച്ചിരിക്കുകയാണ്. എന്തിന്? സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ. യോഗ്യത കൂടുന്തോറും പരീക്ഷണത്തിന്റെ ശക്തി കൂടും, ക്ലിയറിംഗിന്റെ ശക്തി കൂടും, തർബിയത്തിന്റെ ശക്തി കൂടും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വിഷയങ്ങളാണ്. എന്നിട്ട് 3-ാമത്തെ വർഷം റിസാലത്ത് വന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്തിലൂടെ എനിക്ക് നുബുവത്ത് കിട്ടി. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറത്തിലൂടെ എനിക്ക് റിസാലത്ത് കിട്ടി. എന്താണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അതാണ് റിസാലത്തിന്റെ ഭാഗം. റിസാലത്ത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്, നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. നുബുവത്തിന്റെ തുടർച്ച അംറും ബിൽ മഅറൂഫി നഹ്യുൻ അനിൽ മുൻകറാണ്. റിസാലത്തിന്റെ തുടർച്ചയാണ് ദഅവത്ത്. അംറും ബിൽ മഅറൂഫി നഹ്യുൻ അനിൽ മുൻകർ വേറെ, ദഅവത്ത് വേറെ. അതാണ് ഇതിൽ തന്നെ നമ്മൾ പഠിച്ചെടുക്കണം. അംറും ബിൽ മഅറൂഫിന് ദഅവത്ത് എന്ന് പേരിട്ട്, ദഅവത്തിന് അംറും ബിൽ മഅറൂഫിന് പേരിട്ട്, അത് ജഹാലത്താണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നിന്നിടത്ത് തന്നെ നിൽക്കണം നമ്മ വിഷയത്തില്. ഉസൂലുസ് സുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പ്രഗൽഭമായ ഒരു ഗ്രന്ഥമാണ് ഉസൂലുസ് സുന്ന. ഇത്തരം വിഷയങ്ങൾ നന്നായിട്ട് പ്രതിപാദിക്കുന്ന അഹ്ലുസ് സുന്നയുടെ സമഗ്രമായ, അതേ അവസരം സംക്ഷിപ്തമായ ഒരു ഗ്രന്ഥമാണത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അത് തർബിയത്താണ്. അത് 100% മുഅ്മിനീങ്ങൾക്ക് ബാധകമാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്നൊരു സംഘം ഉണ്ടാവട്ടെ ഖൈറിലേക്ക് ദഅവത്ത് ചെയ്യുന്നവർ. അത് ദഅവത്താണ്. ഇപ്പൊ ദഅവത്ത് ആമ്മല്ല, ഖാസ്സാണ്. തർബിയത്ത് ആമ്മാണ്. അഖീദ പഠിക്കാതെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മേൽ കള്ളം ആരോപിക്കുന്ന ചില രീതികൾ വരും. അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത കാര്യം അള്ളാഹുവിന്റെ മേൽ പറയുന്ന ഒരു രീതി വരും, ജഹാലത്ത്. പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രവാചകന്റെ മേൽ പറയുന്ന രീതി വരും. നമ്മൾ ചില പ്രോഗ്രാമുകൾ, നമ്മൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടാകും. ആ പദ്ധതി ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വക കുറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ആ വ്യാഖ്യാനങ്ങളൊന്നും ഉസൂലുസ് സുന്ന പാലിച്ചുകൊണ്ടായിരിക്കുകയില്ല. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും നമ്മളെ കണ്ടുപിടുത്തം അനുസരിച്ചായിരിക്കും. എന്നിട്ട് നാം അതിന് ദഅവത്തെന്നോ തർബിയത്തെന്നോ പേരിടുകയും ചെയ്യും. ഇല്ല, നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന തർബിയത്ത് അതിന് പറ്റുകയില്ല. അതിന് ഷർത്ത് യോജിച്ചേ പറ്റൂ. നിസ്കാരം സഹീഹാകാൻ ഷർത്ത് ഫർദുകൾ പൂർത്തിയാവണം. നോമ്പ് സഹീഹാകാൻ ഷർത്ത് ഫർദ് പൂർത്തിയാകണം. ഇതേപോലെ ഈമാൻ സഹീഹാകാൻ ഷർത്ത് ഫർദ് പൂർത്തിയാകണം. അതേപോലെ ദഅവത്ത് എന്ന അമല് പൂർത്തിയാവാൻ ഷർത്തും ഫർദും പൂർത്തിയാവണം. ദഅവത്തായാൽ പോരാ, ഷർത്തും ഫർദും പൂർത്തിയായിക്കൊണ്ട് തന്നെ ആയിരിക്കണം. നിസ്കാരമായാൽ പോരാ, ഷർത്തും ഫർദും പൂർത്തിയായ നിസ്കാരം തന്നെ ആയിരിക്കണം. ഹജ്ജ് വെറുതെ പോയി ചുറ്റി നടന്നു എന്നതുകൊണ്ട് ഹജ്ജാവൂല, ഷർത്തും ഫർദും പൂർത്തിയാകണം. ഇതേപോലെ ഷർത്തുകളും ഫർദുകളും ഉള്ള ഒരു അമലാണ് ദഅവത്ത്. അത് ആ ഷർത്തോടെ ഫർദോടെ ആയിരിക്കണം. ഇതേപോലെ ഷർത്തും ഫർദും ഉള്ള ഒരു അമലാണ് തർബിയത്ത്. അതാ ഷർത്തും ഫർദോടുകൂടി തന്നെ പൂർത്തിയാവണം. എന്നാലേ റിക്കാർഡിൽ ഉണ്ടാവുള്ളൂ.
ഇല്ലെങ്കിൽ പാഴാണ്. ജീവിതം പാഴ്, പണം പാഴ്, ആരോഗ്യം പാഴ്. ഖുൽ അഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഓ നബിയേ, നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരട്ടെയോ എന്ന് നിങ്ങൾ അവരോട് പറ. ബിൽ അഖ്സരീന അഅമാല, കർമ്മരംഗത്ത് പാപ്പറായി പോയവർ, കർമ്മരംഗത്ത് പരാജയപ്പെട്ടു പോയവർ, കർമ്മരംഗത്ത് നഷ്ടപ്പെട്ടു പോയവർ ആരാണെന്നറിയുമോ? അവർ അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ കർമ്മങ്ങളും പാഴായി പോയിട്ടുണ്ട്. വഹും യഹ്സബൂൻ അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിക്കുന്നു അവർ ചെയ്തതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന്. അവർ നല്ല കാര്യങ്ങളാണെന്ന് അവർ വിചാരിച്ചത് കൊണ്ട് അത് നല്ലതാകുകയില്ല. അത് നല്ലതാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് നല്ലതാവണം. അതിന് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാവണം. അതിന് പ്രവാചകൻ നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാവണം. എങ്കിലേ അതിനെ നല്ലതെന്ന് പറയാൻ പറ്റുകയുള്ളൂ. വുളു ഉണ്ടാക്കാൻ കാലിൽ ഖുഫയുണ്ടെങ്കിൽ ഖുഫ തടകിയാൽ മതി കഴുകുന്നതിന് പകരം. ഖുഫ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു ഉറ, അത് കാലിൽ ധരിച്ചാൽ ഓരോ ഉദുവിനും അത് അഴിച്ചിട്ട് കാല് കഴുകണമെന്നില്ല. ഉദുവോടുകൂടി ഖുഫ ധരിച്ചാൽ നാട്ടിൽ താമസിക്കുന്നവർ ഒരു ദിവസവും യാത്രക്കാർക്ക് 3 ദിവസവും കാല് കഴുകുന്നതിന് പകരം ഖുഫ തടകിയാൽ മതി. ആ ഖുഫയുടെ അടിഭാഗത്താണ് പൊടി പുരളാൻ സാധ്യത, അഴുക്ക് പുരളാൻ സാധ്യത. ഖുഫ മാത്രം ഇട്ട് നടക്കുമ്പോൾ നല്ലത് അഴുക്ക് പോകുന്ന കാര്യം, പിന്നെ അഴുക്കുകൾ എന്തെങ്കിലും കച്ചറകൾ ഉണ്ടെങ്കിൽ അത് ശുദ്ധിയാകാൻ, പൊടിമകളുണ്ടെങ്കിൽ ശുദ്ധിയാവാൻ ഖുഫയുടെ അടിഭാഗത്ത് തടകി. നല്ലതാണ്, ചിന്തിക്കുമ്പോഴും അതാണ്, ബുദ്ധിക്കും അതാണ്. പക്ഷെ അവന്റെ ഖുഫ തടകൽ സഹിയാകുകയില്ല. അതേ സന്ദർഭത്തിൽ ഖുഫ തടവാൻ കൽപ്പിച്ചത് ഖുഫയുടെ മേൽഭാഗത്തെ വിരലുകളെ കൊണ്ടൊന്ന് തടകലാണ്. എന്താ ഫലം? പൊടി പോകുമോ? അഴുക്ക് പോകുമോ? മേൽഭാഗത്ത് അഴുക്കുണ്ടാവൂലല്ലോ, പൊടിയുണ്ടാവൂലല്ലോ. നടക്കുന്ന ഭാഗത്തല്ലേ അഴുക്കും പൊടിയും ഉണ്ടാക്കുക. അതുകൊണ്ട് അവിടെ തല്ലേ നല്ലത്. ഈ രീതിയിൽ ഒറ്റത് ചെയ്താൽ അവന്റെ ഖുഫ തടവൽ സഹിയല്ല. ഖുഫ തടവൽ സഹിയാകാതെ വരുമ്പോൾ ഉദു സഹിയല്ല. ഉദു സഹിയാകാതെ വരുമ്പോൾ നിസ്കാരവും സഹിയല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? സ്വന്തം നല്ലതാണെന്ന് തോന്നിയിട്ട് ചെയ്തു, പക്ഷെ അത് നല്ലതല്ല. എന്തുകൊണ്ട് നല്ലതല്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ അനുസരിച്ചായില്ല, അതുകൊണ്ട് നല്ലതല്ല. ഇവരെ സംബന്ധിച്ചാണ് ചെറിയ ഉദാഹരണം പറഞ്ഞത്. വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുന്നു അന്നഹും യുഹ്സിനൂന സുൻആ, നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവർ വിചാരിക്കുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കർമ്മങ്ങൾ മുഴുവനും പാഴായി പോയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ല. അത്ര കറക്റ്റ് ആയിരിക്കും. എങ്കിൽ ഈമാന്റെ കാര്യത്തിലാണ് നാം ഈ ശ്രദ്ധ കൂടുതൽ പരിപ്പിക്കേണ്ടത്. എന്താണ് ഈമാന്റെ 2 ഫർള്? കലിമ സ്വഹീഹാകാനുള്ള 2 ഫർള്. ഒന്നാമത്തത് നഫിയാണ്, നിരാകരണമാണ്. അത് മുഴുവനും നടന്നിട്ടുണ്ടോ എന്ന് ഓരോ ദിവസവും പരീക്ഷിക്കണം നാം. നിരാകരണം, നഫി. ഓരോ ദിവസവും നിസ്കാരം, അത് നിസ്കരിക്കുന്ന സമയം 5 നേരം ശ്രദ്ധിച്ചാൽ മതി. നോമ്പ് വർഷത്തിൽ 1 മാസം ശ്രദ്ധിച്ചാൽ മതി. സക്കാത്ത് ജീവിത മാസത്തിൽ കഴിവുള്ളവൻ ശ്രദ്ധിച്ചാൽ മതി വർഷത്തിൽ. ഹജ്ജ് ജീവിതത്തിൽ അത് നിർവഹിക്കുന്ന സമയത്ത് നിർവഹിച്ചാൽ മതി. എന്നാൽ ഈമാൻ 24 മണിക്കൂറും ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ലാ ഇലാഹയിലെ നഫിയെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇന്ന്? ഇല്ലല്ലയിലെ ഇസ്ബാത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇന്ന്? ലാ ഇലാഹ ഇല്ലല്ലയുടെ 2 ഫർളുകൾ എന്താണത്? 1 നഫിയാണ്, 2 ഇസ്ബാത്താണ്. നഫി എന്ന് പറഞ്ഞാൽ നിരാകരണമാണ്. അല്ലാഹു അല്ലാത്ത ശക്തികൾ, അല്ലാഹു അല്ലാത്ത വ്യക്തികൾ, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, ഈ പറയപ്പെട്ട 3
3 മേഖലകളെ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലോ അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ അള്ളാഹുവിന്റെ അസ്മാകളിലോ അള്ളാഹുവിന്റെ സിഫാത്തുകളിലോ അള്ളാഹുവിന്റെ മാലിക്കിയത്തിലോ അള്ളാഹുവിന്റെ ഖാലിഖിയത്തിലോ അള്ളാഹുവിന്റെ തദബ്ബുരിയത്തിലോ എന്തെങ്കിലും ഒരംശം സംഭവിച്ചു പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് ക്ലിയർ ആക്കിയതിന് ശേഷമേ ഇല്ലെന്ന ശരിയാകുകയുള്ളൂ. അതെല്ലാ ദിവസവും നടക്കും. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ച് നാം വളരെ വിശദമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയം. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും ഉള്ളതിനേക്കാൾ അപകടം പതിയിരിക്കുന്നത് അസ്മാ സിഫാത്തിലുള്ള ശിർക്കിനാണ്. അസ്മാ സിഫാത്തിലുള്ള ശിർക്കിനാണ് അപകടം പതിയിരിക്കുന്നത്. നാം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കാം. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ആ ഉദാഹരണം പറഞ്ഞത്. അള്ളാഹുവിന് ഖനിയ്യ് എന്ന പേരുണ്ട്, ഇല്ലേ? ഹുവൽ ഖനിയ്യുൽ ഹമീദ്. അള്ളാഹു ഖനിയ്യാണ്. ഖനിയ്യ് എന്നത് ഇസ്മാണ്. ആ ഇസ്മിലുള്ള സിഫത്ത് ഖിന എന്നതാണ്. അപ്പൊ അള്ളാഹിന്റെ സിഫാത്തുകളും പെട്ടു അതിന്, അള്ളാഹുവിന്റെ അസ്മാവും പെട്ടു അതിന്. എല്ലാ ഇസ്മിനും സിഫത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇറാദ എന്നത് സിഫത്താണ്. മുരീദ് എന്നൊരു പേര് അല്ലാഹു തആലക്കില്ല. ഉണ്ടോ? ഇല്ല. യാ മുരീദ് യാ അല്ലാഹ് ഇല്ല. അസ്മാഉൽ ഹുസ്നയിൽ മുരീദില്ല. അപ്പൊ എല്ലാ സിഫത്തുകൾക്കും ഇസ്മുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എല്ലാ ഇസ്മുകൾക്കും സിഫത്തുണ്ടാവും. ഖനിയ്യ് എന്നത് അല്ലാഹുവിന്റെ ഇസ്മാണ്, ഐശ്വര്യവാൻ. മലയാളത്തിൽ പറഞ്ഞാൽ, പൂർണ്ണമായി പറഞ്ഞാൽ, ഒന്നിലേക്കും ആവശ്യമില്ലാത്തവൻ. ഇതിലുള്ള സിഫത്ത് ഖിന എന്നതാണ്, ഐശ്വര്യം. ഈ ഖനിയ്യ് എന്ന ഇസ്മിൽ ശിർക്ക് സംഭവിച്ചു പോകാൻ പാടില്ല. ഖിന എന്ന സിഫത്തിലും ശിർക്ക് സംഭവിക്കാൻ പാടില്ല. ആർക്കാണ് ഈ കാര്യത്തിൽ ശിർക്ക് സംഭവിക്കാൻ സാധ്യത? മുസ്ലിമീങ്ങൾക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ്. മുശ്രിക്കീങ്ങൾ ഒന്നിക്കിൽ അവർ അള്ളാഹുവിന് പകരം മറ്റുള്ളവരെ കണ്ടതുകൊണ്ടായിരിക്കാം നിദ് എന്ന് പറയും. ലാ തജഅലു ലില്ലാഹി അന്താദ. നിദ്ദിന്റെ ജമാണ് അന്താദ്. നിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പാടെ മാറ്റി നിർത്തി അതിന് പകരം മറ്റൊന്നിനെ കൊണ്ടുവരിക. അതാണ് നിദ്. പിന്നെ രണ്ടാമത്തത് ശിർക്കാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, ഒപ്പം അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനുള്ള ഗുണങ്ങളിൽ പാർട്ണറാക്കുന്നു. അതാണ് ശിർക്ക്. മൂന്നാമത്തത് ലഹീരിയത്താണ്. അള്ളാഹുവിനെ പൂർണ്ണമായി പരിഗണിക്കുന്നു, പക്ഷെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള കാര്യത്തിന് സഹായിയാക്കുന്നു. നാലാമത്തത് ശഫീഇയ്യത്താണ്. അള്ളാഹുവിനെ പൂർണ്ണമായി പരിഗണിക്കുന്നു, മറിച്ച് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു അല്ലാത്തവരെ ശുപാർശകരാക്കുന്നു. അഞ്ചാമത്തത് വസീലിയത്താണ്. അള്ളാഹുവിനെ തന്നെയാണ് പരിഗണിക്കുന്നത്, അള്ളാഹിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, പക്ഷെ അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു അല്ലാത്ത, അല്ല കൽപ്പിച്ചിട്ടില്ലാത്ത, അല്ല ഉപയോഗിച്ചോളാൻ സമ്മതിച്ചിട്ടില്ലാത്ത വസ്തുക്കളെയോ ശക്തികളെയോ വ്യക്തികളെയോ അതിന്റെ ഇടയിൽ നിർത്തുന്നു. അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ നിർത്തുന്നു. ഇത് പൂർണ്ണമായും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പാടെ വെളിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങളും. ഇതാണ് ശൈത്താന്റെ പ്രവർത്തനത്തിൽ അല്ലാഹു തആല അവന് നൽകിയിരിക്കുന്ന 5 തസ്തികകൾ. ശിർക്ക്, കുഫർ, ലലാലത്ത്. ഇത് അടിമകളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശൈത്താന്റെ കയ്യിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന 5 ഉപാധികളാണ് ഇവകളൊക്കെ. ഈ 5 കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന ആയുധം അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും ആണ് ശൈത്താൻ ഉപയോഗിക്കുന്നത്.
പ്രവാചകന്മാരുടെ കയ്യിലാണ് ഹിദായത്തിന്റെ പരിശ്രമം അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. എന്താണ് ഹിദായത്തിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു തആല അവന്റെ വഹദാനിയത്ത് അംഗീകരിക്കാൻ നൽകിയ സൗഭാഗ്യം മരിക്കുന്നത് വരെ നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള അവസ്ഥ. അതാണ് ഹിദായത്തിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള സൗഭാഗ്യം നൽകുക എന്നതല്ല പ്രവാചകന്മാരുടെ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രവാചകനെയും അള്ളാഹു അതിനെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു പ്രവാചകനെ കൊണ്ടും അങ്ങനെ ഒരു ഹിദായത്ത് കൊടുക്കാൻ പറ്റുകയും ഇല്ല. പിന്നെ പ്രവാചകന്മാരെ ഏൽപ്പിച്ച ഹിദായത്തിന്റെ പരിശ്രമം എന്താ? അള്ളാഹ് ഏകപക്ഷീയമായി നൽകിയ ഹിദായത്തിനെ മരിക്കുന്നത് വരെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ എന്താണ് വേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പരിശ്രമത്തിന് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ആയുധം എന്താണ്? അൽ ഈമാനു വൽ അഅ്മാൽ. ഈമാനും അഅ്മാലുമാണ്. ഈമാനും അഅ്മാലും യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ പ്രവർത്തനത്തിൽ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് ഇഖ്ലാസാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ പ്രവാചകന്മാർ അടിമകളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് 7 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അന്നജാത്തു മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് അടിമകളെ മോചിപ്പിച്ചെടുക്കലാണ്. വന്നജാത്തു മിനൽ കുഫ്ർ, കുഫ്റിൽ നിന്ന് അടിമകളെ മോചിപ്പിച്ചെടുക്കലാണ്. വന്നജാത്തു മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് മോചിപ്പിച്ചെടുക്കലാണ്. അന്നജാത്തു മിനൽ റിയാ, റിയായിൽ നിന്ന് മോചിപ്പിച്ചെടുക്കലാണ്. പിന്നെ അന്നജാത്തു മിനൽ ദിക്ർ, ദിക്ർ പ്രശസ്തിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കലാണ്. വന്നജാത്തു മിനസ് സുംഅ, കേൾവി, പേര്, അഡ്രസ്, അതിൽ നിന്ന് അവർ ഒഴിവാക്കിയെടുക്കലാണ്. 7 അന്നജാത്തു മിൻ തലബി ദുനിയ ബിഅമലിൽ ആഖിറ, ദുനിയാവിൽ ആഖിറം സമ്പാദിക്കാൻ വേണ്ടി നിശ്ചയിച്ച അഅ്മാലുകൾ ഉപയോഗിച്ച് ദുനിയാവ് സമ്പാദിക്കുക എന്നതിൽ നിന്ന് അവർ ഒഴിവാക്കിയെടുക്കലാണ്. ഈ 7 കാര്യങ്ങളാണ് പ്രവാചകന്മാർ അനുയായികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തുണ്ടാകും? ഇഖ്ലാസ് എന്ന അമലുണ്ടാകും. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസിന്റെ നിഷ്കളങ്കത അല്ലെങ്കിൽ ആത്മാർത്ഥത എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വെച്ചപ്പോൾ നമുക്കതിന്റെ രീതി മനസ്സിലായില്ല. എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ 7 കാര്യങ്ങളിൽ നിന്ന് ഞാൻ സുരക്ഷിതനായിരിക്കണം. 1, ശിർക്കിൽ നിന്ന് ഞാൻ സുരക്ഷിതനായിരിക്കണം. മുഅ്മിനീങ്ങളുടെ കാര്യം പറയുന്നത്. കാഫിറുകൾക്ക് എന്തോ ഇഖ്ലാസാ, ഹിന്ദുക്കൾക്ക് എന്ത് ഇഖ്ലാസ്, ക്രിസ്ത്യാനികൾക്ക് എന്ത് ഇഖ്ലാസ്? അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈമാന്റെ കാര്യം പറയുമ്പോൾ ശിർക്ക്, കുഫ്ർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ചർച്ചോ അമ്പലോ നമുക്ക് ഓർമ്മ വരുന്നു, നമുക്ക് നമ്മളെ ഓർമ്മ വരുന്നില്ല. എന്നങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുഞ്ഞിരാമന് ഓർമ്മ വരില്ലല്ലോ. ഹജ്ജ് ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ജോർജിന് ഓർമ്മ വരില്ലല്ലോ. ഹജ്ജ് ബാത്തിലാകുന്ന കാര്യം, നിസ്കാരം ബാത്തിലാകുന്ന കാര്യം, നോമ്പ് ബാത്തിലാകുന്ന കാര്യം, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മുഅ്മിനീങ്ങളല്ലേ ഓർമ്മ വരിക. ഇതേപോലെ ഈമാൻ ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? മുഅ്മിനീങ്ങളെയാണ്. നമുക്ക് നമ്മളെ തന്നെയാണ് ഓർമ്മ വരേണ്ടത് ഈമാൻ ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട 7 കാര്യങ്ങളെ തുടച്ചു നീക്കാനുള്ളതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അപ്പോൾ എന്താണ് ഉണ്ടായിടുക? ഇഖ്ലാസ് ഉണ്ടായി വരും. ഇഖ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് എന്താണ്? ഹിദായത്തിലുള്ള ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്താണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇബാദത്തിന്റെ ഷർത്ത് ഇഖ്ലാസാണ്. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു തആലക്ക് മാത്രമേ ചെയ്യാവൂ എന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരിക്കലും യഅ്ബുദുല്ലാഹ്ക്ക് ആരാധന ചെയ്യാനല്ലാതെ എന്നൊന്നും അർത്ഥം വെച്ചു പോകരുത്. ഇനി ആ അർത്ഥം നമ്മൾ മറന്നേക്കണം. ആരാധന എന്നുള്ള വാക്ക്, അതേപോലെ തന്നെ അനുഷ്ഠാനം എന്ന വാക്ക്, കർമ്മങ്ങൾ, ഇതെല്ലാം ഇബാദത്തിന് അർത്ഥം വെക്കുന്നതിൽ നിന്ന് നാം മറന്നേക്കണം. വമാ ഉമിറു, മുഅ്മിനുകൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തിനല്ലാതെ? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ്ക്ക് മാത്രം ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. തഫ്സീർ ഇല്ലാ ലിയുവഹിദുല്ലാഹ്, ഇല്ലാ ലിയുവഹിദുല്ലാഹ്.
ഇബാദത്തിലെ അമാലുകൾ കടന്നു വരുന്നേ ഇല്ല. ഇവിടെ ഈമാനുമായി ബന്ധപ്പെട്ടിട്ട് ഇബാദത്ത് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു തആലക്ക് മാത്രമായിട്ട് ചെയ്യുക എന്നാണ് ഇബാദത്തിന്റെ മാന. അതിനെന്താണ് തെളിവ്? മുഫസ്സിറുകൾ അങ്ങനെയാണ് തഫ്സീർ കൊടുത്തത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അവിടെ നിങ്ങൾ ആരാധന ചെയ്യുക എന്ന് പറയുമ്പോൾ നിസ്കരിക്കുക, നോമ്പ് വെക്കുക എന്നാണ് നമ്മുടെ നമ്മുടെ മനസ്സിൽ വരുന്ന അർത്ഥം ഉണ്ടാകുക. ഒരിക്കലും അങ്ങനെ അർത്ഥം വെക്കരുത്. കേരളക്കാരായ മലയാളികളായ നാം ഇബാദത്തിന് ആരാധന അർത്ഥം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സാധാരണക്കാരന്റെ മനസ്സിലേക്ക് എന്താ വരിക? നിസ്കരിക്കുക, നോമ്പ് വെക്കുക മുതലായ കാര്യങ്ങളാണ് ആരാധന എന്നാ വരിക. ഒരിക്കലും അതിന് അർത്ഥം വെക്കരുത്. അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. ആരാധന എന്ന മലയാള വാക്കിന് ഖുർആൻ ഉപയോഗിച്ച പദം അഅമാലാണ്. അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. അവിടെ വേണം നാം ആരാധന അർത്ഥം വെക്കാൻ. അമിലുസ് സാലിഹാത്ത്. ഇബാദത്തിന് നാം അമലുസ് സാലിഹാത്തിന്റെ അർത്ഥം വെക്കരുത്. ഇതേപോലെ തന്നെയാണ് നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം. അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അത് അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാവൂ എന്നേ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതാണ് ഇബാദത്ത്. തൗഹീദ് തഹ്ഖീഖ് ചെയ്യാനുള്ള ആദ്യത്തെ ജോലി ഇബാദത്താണ്. ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് യാഥാർത്ഥ്യമായി സഹീഹാണ് എന്ന് ബോധിപ്പിക്കാനുള്ള ആദ്യത്തെ ജോലി എന്താണ്? അത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന് മാത്രം ചെയ്യുക. നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമായിരിക്കുക. ദുആ അള്ളാഹിനോട് മാത്രമായിരിക്കുക. ഭയം അള്ളാഹിനെ മാത്രമായിരിക്കുക. ആഗ്രഹം അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കുക. ഇസ്തിആദത്ത് അള്ളാഹുവിനോട് മാത്രമായിരിക്കുക. ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രമായിരിക്കുക. അതേപോലെ തന്നെ ഇസ്തിഗാസത്ത് അള്ളാഹുവിനോട് മാത്രമായിരിക്കുക. ഇസ്തിആദത്ത്, ഇസ്തിആനത്ത്, ഇസ്തിഗാസത്ത് ഒരാളിലേക്കും അത് കടന്നു പോകാൻ പാടില്ല, അള്ളാഹു കൽപ്പിക്കപ്പെട്ടവരൊഴിച്ച്. ഇവിടെ അള്ളാഹു കൽപ്പിക്കപ്പെട്ടവരൊഴിച്ച് എന്ന് പറയാൻ കാരണം എന്താണ്? നാം ഇവിടെ അസ്ബാബുകളെ ഈമാനുമായിട്ട് വിലയിരുത്താറുണ്ട്. അസ്ബാബുകളെ ഈമാനുമായിട്ട് നാം ബന്ധപ്പെടുത്താറുണ്ട്. അല്ലാഹു തആല അനുവദിച്ചു തന്ന അസ്ബാബുകൾ എന്ന്. എന്താണ് ഈ അനുവാദവും അനുവാദക്കേടും? എന്താണ് ഇവിടെ അനുവാദവും അനുവാദക്കേടും? എന്താണ് ഇവിടെ അനുവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു തആല ചില വസ്തുക്കളെ മുഅ്മിനുകൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തിന്? ആ വസ്തുക്കളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈമാനിനെ ഇവർ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ചിലർ വിചാരിച്ചത് അനുവദിക്കപ്പെട്ട അസ്ബാബ് നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഇല്ല, ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. നിർബന്ധമായും ഉപയോഗിക്കാനുള്ളതാണ് അനുവദിക്കപ്പെട്ട അസ്ബാബ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. അല്ലാഹു തആല അസ്ബാബുകളെ വകവെച്ച് തന്നത് എത്രത്തോളം മോമിനീങ്ങൾ അനുവദിച്ചു കൊടുത്ത അസ്ബാബിൽ ആശ്രയിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അടിസ്ഥാനം എന്താണ്? മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ പോലെ 100% അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്ന രീതി. എന്താണ്? മൃഗങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തർത്തീബ്, ജീവജാലങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തർത്തീബ്, ആകാശത്തിന്റെ നിലനിൽപ്പിന് അല്ലാഹുവിന്റെ തർത്തീബ്, ഭൂമിയുടെ നിലനിൽപ്പിന് അല്ലാഹുവിന്റെ തർത്തീബ്, ഈ വിഷയത്തിലൊക്കെ അല്ലാഹുവിന്റെ തർത്തീബ് അല്ലാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മാത്രം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുക എന്നതാണ്. കടലിലുള്ള മത്സ്യങ്ങൾ, അതിന്റെ ഭക്ഷണം അല്ലാഹുവിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ്. കരയിലുള്ള ജീവികൾ, അതിന്റെ ഭക്ഷണം അല്ലാഹുവിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ്. സൂര്യന്റെ നിലനിൽപ്പ് അല്ലാഹുവിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ്. ചന്ദ്രന്റെ നിലനിൽപ്പ് അല്ലാഹുവിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ്. മലക്കുകളുടെ നിലനിൽപ്പ് അല്ലാഹുവിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ്.
അതേ സന്ദർഭത്തിൽ വസ്തുക്കളുടെ പിടുത്തം സൃഷ്ടികളിലേക്ക് വിട്ടുകൊടുത്തത് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ. വസ്തുക്കളുടെ കൺട്രോൾ സൃഷ്ടികൾക്ക് വിട്ടുകൊടുത്തത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഒരു മൃഗത്തിന് രോഗം വന്നാൽ ആ രോഗത്തിന്റെ കാര്യത്തിൽ കൺട്രോൾ ഡയറക്റ്റ് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു പശുവിന് രോഗം വന്നാൽ ആ രോഗത്തിന്റെ ശിഫ നേരിട്ടുള്ള കൺട്രോളിലാണ്. ഒരു ഈച്ചക്കോ പൂച്ചക്കോ രോഗം വന്നാൽ നേരിട്ടുള്ള കൺട്രോളിലാണ്. ഒരു സസ്യത്തിനോ ഒരു മരത്തിനോ എന്തെങ്കിലും അബദ്ധം വന്നാൽ നേരിട്ടുള്ള കൺട്രോളിലാണ്. എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ അല്ലാഹു തആല അവനിക്ക് വരുന്ന രോഗത്തെ വസ്തുക്കളെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫായിനെ കൈകാര്യം ചെയ്യുകയാണ്. ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അഖീദയിലുള്ള പഠനം പൂർണ്ണമാവുമ്പോൾ മാത്രമേ ഒരു ചെറിയ ന്യൂനപക്ഷത്തിനെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും രക്ഷപ്പെടാന്നുള്ള വിഷയമേ ഇല്ല. ഭൂരിപക്ഷം രക്ഷപ്പെടുന്ന കാര്യം അത് ഉറപ്പില്ല. വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ ഈമാന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്താണ് സുഹൃത്തുക്കളെ രോഗം? എന്താണ് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് രോഗത്തിന് ചികിത്സിക്കലോട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് അവന്റെ ആശ്രയത്വത്തെ പരീക്ഷിക്കുക എന്നതാണ് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗം രണ്ട് രീതിയിൽ ഉണ്ടാകാം. ചിലത് ഭൗതിക വസ്തുക്കളുടെ ഇടപെടൽ കൊണ്ടുണ്ടാവാം. വിഷദ്രാവകങ്ങളോ വിഷവസ്തുക്കളോ കണ്ടമാനം ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ അവയവങ്ങൾക്കുണ്ടാകുന്ന പകർച്ചാ വ്യത്യാസങ്ങൾ രോഗമായിട്ട് നാം പറയുന്നു. രണ്ടാമത് ശൈത്വാന്റെ സ്പർശനം കൊണ്ടുണ്ടാവാം. ശൈത്വാൻ അവന് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ സ്പർശിക്കുകയും ആ സ്പർശനത്തിലൂടെ അവയവങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരികയും ചെയ്യുമ്പോൾ അതിനും നാം രോഗം എന്ന് പറയുന്നു. പഠിക്കണ്ടേ സാർ? നമ്മൾ അങ്ങനെ വെറും തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദ്വാരത്താനോട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന തൗഹീദ് പൂർത്തിയാവില്ല. ഓരോ വിഷയവും നാം പഠിക്കാൻ തയ്യാറാവണം. ഇതൊക്കെ ഖുർആന്റെ പരാമർശങ്ങളാണ്. ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം പിടിപെട്ടു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗത്തിന്റെ ശിഫായിന് വേണ്ടി ദുആ ചെയ്തത് എന്തായിരുന്നു? അയ്യൂബ് നബി രോഗത്തിന്റെ ശിഫായിന് വേണ്ടി ദുആ ചെയ്തു. എന്തായിരുന്നു ആ ദുആ? ഇദ്നാദാ റബ്ബഹു. അയ്യൂബ് അല്ലാഹുവിനോട് ദുആ ചെയ്തു. രോഗം മൂർച്ഛിച്ചു. അത് കടുകടുത്ത രീതിയിലായി. ബഹുമാനപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു നിർദ്ദേശിച്ച ചികിത്സയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്പെടുത്തി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ഇദ്നാദാ റബ്ബഹു. അയ്യൂബ് റബ്ബിനോട് ദുആ ചെയ്തു. എന്താണ് ദുആ? അന്നി ബസ്സനിയ ശൈത്വാൻ. എന്നെ ശൈത്വാൻ സ്പർശിച്ചിരിക്കുകയാ. ബിനുസ്ബിൻ വഅദാബ്. കടുകടുത്ത വേദനയും കടുകടുത്ത നോവും കൊണ്ട് ശൈത്താൻ സ്പർശിച്ചിരിക്കുകയാണ്. അതെ, രോഗത്തിനൊരു മാനദണ്ഡമാണത്. നമ്മള് രോഗം നമ്മളെ അല്ലെങ്കിൽ തന്നെ എല്ലാം ശാസ്ത്രീയമാക്കലാണല്ലോ ജോലി തന്നെ. എല്ലാം ശാസ്ത്രീയമാക്കിയപ്പോൾ ഈമാൻ വെറും പ്രസംഗിക്കാനുള്ള വിഷയം മാത്രമായി പോയതാണ്. ഇല്ല, ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ ഇടപെടേണ്ടി വരുന്ന മുഴുവൻ വിഷയത്തിലും തൗഹീദിനെ ഉൾക്കൊള്ളിക്കാതെ അല്ലാഹു തആല ബാക്കി വെച്ചിട്ടില്ല. ആ രീതിയിൽ തൗഹീദ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നാം മുവഹ്ഹിദുകളാകുന്നുള്ളൂ. അപ്പോഴേ നാം ആ വിഭാഗത്തിൽ പെടുകയുള്ളൂ. ഏത് വിഭാഗം? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അപ്പൊ രോഗം രണ്ട് തരമാണ്. ഒന്ന്, ശരീരത്തിന്റെ ബാഹ്യേന്ദ്രിയങ്ങളിൽ ബാഹ്യമായ വിഷാംശങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളെ ബാധിക്കുന്ന മറ്റു വസ്തുക്കളോ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ. അതാണ് രോഗം. രോഗം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ നമുക്ക് ഇതൊരു അർത്ഥം കിട്ടിയിട്ടില്ല. രോഗം എന്താ ഭാഷ? മലയാളമായിരിക്കാം. എന്തായിരിക്കും താരീഫ്? നമ്മുടെ സുഹൃത്ത്
സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോ, ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ചോ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യശാലയെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തെ സംബന്ധിച്ചോ ഇതൊന്നും ബഹളമായൊരു വ്യക്തമായ ഒരു ചർച്ച ഈ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ലല്ലോ. ഹദീസിന്റെ കിതാബുകളിലോ ചരിത്രത്തിന്റെ കിതാബുകളിലോ ഒന്നും. കാലം കുറെ ഇങ്ങോട്ട് വരുമ്പോഴാണല്ലോ ഈ ഹോസ്പിറ്റാലിറ്റി ഇത്രയും വലിയ വിഷയമായി മാറിയത്. എന്ന് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റാലിറ്റി ഒരു വലിയ ചർച്ചയാകാതിരുന്നത്? രോഗത്തെ പറ്റിയുള്ള നല്ല തൈരീഫ് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിറകെ വന്നവർ അത് പഠിപ്പിക്കാതെ മൂടി വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ പുറം വരുന്നവർ തോന്നിയ പോലെ വ്യാഖ്യാനിച്ച് രോഗത്തെ കൊളാക്കി. അത്രേ കാര്യം. മുഅ്മിനീങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ശിർക്കിലും കുഫറിലും എത്തിച്ചേരും പ്രതിരോധ കാര്യങ്ങൾ. രോഗം, രണ്ടാമതായിട്ട് രോഗം ഉണ്ടാകുന്ന എപ്പോഴാണ്? ശൈത്താന്റെ സ്പർശനത്താൽ ശരീരത്തിന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്കും ആന്തരികേന്ദ്രിയങ്ങൾക്കും ഉണ്ടാകുന്ന ഭാഗപ്പകർച്ചകളാണ്. അതാണ് ബഹുമാനപ്പെട്ട ഈ വലിയ പറഞ്ഞ വാക്കിന്റെ ഗൗരവം. അല്ലാഹു എന്നെ ശൈത്താൻ സ്പർശിച്ചിരിക്കുന്നു, ശൈത്താൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു, കടുകടുത്ത നോവ് കൊണ്ടും വേദന കൊണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി സ്ത്രീ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? അതൊരു ജൂത പണ്ഡിതൻ മന്ത്രിച്ചു തന്ന നൂലാണ് നബിയെ എന്ന് പറഞ്ഞു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ. കണ്ണ് വേദന വന്നപ്പോൾ ഞാൻ ആ ജൂത പണ്ഡിതനോട് പറഞ്ഞതാണ്. അപ്പോൾ അയാളെ കെട്ടിച്ചെന്നാണ്. എന്നിട്ടോ ഇപ്പം ഭേദമുണ്ടോ? ഇപ്പം ഭേദമുണ്ട്. പൊട്ടിച്ച് ചാടാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ശൈത്താൻ നിന്റെ കണ്ണിൽ സ്പർശിക്കുകയായിരുന്നു, അതാണ് ആ വേദന. എന്തിന് അല്ലാഹു അത് ചെയ്തത്? നീ ഇതിന് പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹുക്ക് അറിയണം. നീ ചെയ്തത് ജൂതന്റെ മന്ത്രവാദത്തെയാണ്. ജൂതന്റെ മന്ത്രവാദത്തെ നീ ആശ്രയിച്ചപ്പോൾ ശൈത്താൻ മാറി നിന്നു. അപ്പോഴാണ് ആ വേദന ഇല്ലാതായത്. നീ പരാജയപ്പെട്ടു ഈമാന്റെ കാര്യത്തിൽ, അതുകൊണ്ട് മേല് ചെയ്തു പോകാൻ പാടില്ല എന്ന്. ഇവിടെയാണ് രോഗത്തെയും രോഗത്തിന്റെ ചികിത്സയെയും നാം ഹദീസിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്. ആദ്യം രോഗം പഠിക്കണം, എന്നിട്ട് ചികിത്സ പഠിക്കില്ലേ. അവിടെ എന്താ നമ്മൾ കണ്ടത്? ശൈത്താന്റെ സ്പർശനമാണ് അവിടെ കണ്ടത്. വേറൊരാൾ വന്നു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, രാത്രി തേള് കടിച്ചു, ഭയങ്കരമായ വേദന. പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ ഓതി തൊട്ട് പുരട്ടിയപ്പോൾ ആ വേദന പോയി. അവിടെ എന്താണ് സംഭവിച്ചത്? വെളിയിൽ നിന്നുള്ള ചില വിഷാംശങ്ങൾ ശരീരത്തിൽ ചേർന്നപ്പോൾ ഉണ്ടായ വേദന, അതിന് രോഗമെന്ന് നാം പറയും. അപ്പൊ രോഗം രണ്ടു തരമാണ്. ഒന്ന്, ബാഹ്യമായ വിഷാംശങ്ങൾ ശരീരത്തിൽ ചേരുന്നതിനാൽ ശരീരത്തിന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ, അതിന് രോഗമാണ്. രണ്ടാമത്, ശൈത്താന്റെ സ്പർശനത്തിലൂടെ ശരീരത്തിന്റെ ബാഹ്യാവയവങ്ങൾക്കും ആന്തരാവയവങ്ങൾക്കും ഉണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ, അതിനും രോഗമെന്നാണ് പറയുക. ഈ രണ്ട് രോഗത്തിനും ചികിത്സിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം രോഗം എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ രോഗത്തിൽ നീ ആരെയാണ് ഇടപെടിപ്പിക്കുന്നത് എന്ന് അല്ലാഹു തആലക്ക് അറിയണം. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത് ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ പരിചയപ്പെടുത്തി തന്നിട്ട് പറഞ്ഞു, ഇന്ന വസ്തു ഉപയോഗിക്കുക. ഒരു രോഗവും ഇല്ല, ആ രോഗത്തിന് മരുന്നില്ലാതെ എന്ന് മരുന്ന് അന്വേഷിച്ച് പരീക്ഷിക്കപ്പെട്ടപ്പോൾ രോഗത്തിന്റെ ഭേദങ്ങളും മാറ്റങ്ങളും മരുന്നിൽ ആശ്രയിക്കുന്ന ഒരവസ്ഥ മോമിനിന്റെ മനസ്സിന് വരുന്നുണ്ടോ എന്നറിയാനാണ് മരുന്ന് പാസാക്കി തന്നത്. അല്ലെങ്കിൽ അല്ലാഹു തആലക്ക് എന്തിനാണ് മരുന്ന്? അല്ലാഹു ഖാദിർ മുത്തലക്കല്ലേ?
ഷിഫ എന്ന സിഫത്ത് അള്ളാഹുവിന്റെ സിഫത്തല്ലേ? ഷാഫി എന്ന അള്ളാഹുവിന്റെ നാമമല്ലേ? എങ്കിൽ പിന്നെ അള്ളാഹു താല എന്തിനാണ് മരുന്ന് ഏർപ്പാടാക്കി തന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് മറ്റൊരു വസ്തുവുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. അള്ളാഹ് ഖാദിർ മുത്തലഖാണല്ലോ. വസ്തുക്കളില്ലാതെ തന്നെ ഡയറക്റ്റ് പ്രശ്നത്തിൽ ഇടപെട്ട് ഇതാണല്ലോ അള്ളാഹുവിന്റെ പ്രൊസീജർ. എങ്കിൽ പിന്നെ എന്തിനാണ് മരുന്ന് പാസാക്കി തന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ മരുന്നിനെ ആശ്രയിക്കുന്നത് ഏത് രീതിയിലാണെന്ന് പരീക്ഷിക്കാൻ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇനി ചികിത്സയിലേക്ക് കടക്കാം. ചികിത്സ രണ്ട് തരമാണ്. ഒന്ന് ശർഈയായ ചികിത്സ, രണ്ട് കൗനിയായ ചികിത്സ. ശർഈയായ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചികിത്സയുടെ കൽപ്പന വഹി കൊണ്ട് മാത്രമാണ്. വഹിയിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നിക്കൽ ചികിത്സ ശിർക്കാവും, അല്ലെങ്കിൽ ചികിത്സ ബിദ്അത്താവും. ശർഈയായ ചികിത്സ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് അതാണ്. രണ്ടാമത്തത് കൗനിയായ ചികിത്സയാണ്, സാങ്കേതിക ചികിത്സ. എന്താണ് സാങ്കേതിക ചികിത്സ കൊണ്ടുള്ള ഗുണം? സാങ്കേതിക ചികിത്സ പരീക്ഷിക്കപ്പെട്ട വസ്തുക്കൾ ശരീരത്തിന്റെ പരിധിക്കുള്ളിൽ ഹലാലായാൽ മാത്രം മതി. സാങ്കേതിക ചികിത്സയിൽ ബിദ്അത്തും ശിർക്കും വന്നു ചേരാൻ ഇടയില്ല. അതുകൊണ്ടാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശർഈയായ ചികിത്സ പ്രോത്സാഹനം കൊടുക്കേണ്ടതില്ല, കൗനിയായ ചികിത്സക്ക് പ്രോത്സാഹനം കൊടുത്താൽ മതി എന്ന് പറയാൻ കാരണം, ശർഈയായ ചികിത്സ ശിർക്കിനും ബിദ്അത്തിനും എത്താൻ ഒരുപാട് സാധ്യതകളുണ്ട്. കൗനിയായ ചികിത്സ ശിർക്കിനും ബിദ്അത്തിനും സാധ്യതകൾ കുറവാണ്. ഇനി ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഈയായ ചികിത്സ, മറ്റേ ചികിത്സ, ഈ മൂന്ന് ചികിത്സയും ഉൾപ്പെടുത്തിയത് മൂന്ന് കാര്യങ്ങളിലാണ്. ഒരാൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് മൂന്ന് രീതിയിലാണ്. ചികിത്സിക്കാൻ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ മൂന്ന് രീതിയിലാണ്. മൂന്ന് രീതിയിൽ ചികിത്സിക്കാം ഒരു രോഗിയെ. അത് ജലദോഷം മുതൽ ക്യാൻസർ വരെ എത്ര വലിയതോ ചെറുതോ ആയ രോഗമായാലും മൂന്ന് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന് അസ്സബ്ർ. ആദ്യമായി പരീക്ഷിക്കേണ്ടത് സബ്ർ എന്ന ചികിത്സാ രീതിയാണ്. നമുക്കത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അല്ലാഹു തആല നിശ്ചയിച്ച ഒരു ചികിത്സാ രീതിയാണ് സബ്ർ. എന്താണ് സബ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സബ്റിന്റെ മാന? മലയാളത്തിൽ പറഞ്ഞത് എനിക്കറിയാം. സബ്റിന് ക്ഷമ എന്ന് പറയും മലയാളത്തിലല്ലേ? സഹിക്കുക, ക്ഷമ അല്ല. അസ്സബ്ർ തർക്കു ശക്വാ മിൻ അലമിൽ ബൽവാ ലിഗൈരില്ലാഹ്. ഇതാണ് സബ്ർ. ഇതാണ് സബ്ർ. തർക്കു ശക്വാ, പരാതിയെ ഒഴിവാക്കുക. മിൻ അലമിൽ ബൽവാ, എന്തെങ്കിലും ഒരു പരീക്ഷണത്തിന്റെ നോവ് കൊണ്ടുള്ള പരാതി. ഒന്നിക്കിൽ മുള്ളു തറച്ചതാവാം, അല്ലെങ്കിൽ തലവേദനയാവാം, അല്ലെങ്കിൽ ക്യാൻസർ ആവാം. അല്ലാഹു എല്ലൊക്കെ തൊട്ട് കാക്കട്ടെ നമ്മളെ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളാൽ ശരീരത്തിനുണ്ടാകുന്ന നോവുകളെ പറ്റിയുള്ള പരാതിയെ ഒഴിവാക്കുക. ലിഗൈരില്ല, ആരോടുള്ള പരാതി? അല്ലാഹു അല്ലാത്തവരോടുള്ള പരാതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തലവേദന. ആദ്യം തന്നെ നമ്മൾ ആരോടാ പറയാ? ഭാര്യനോട്. ഭയങ്കര തലവേദന, സഹിക്കാൻ പറ്റുന്നില്ല. പറയരുത്. ആ തലവേദനന്റെ കാര്യം തലവേദന അനുഭവിക്കുന്നവരും അല്ലാഹു അല്ലാതെ വേറൊരു കാര്യം അറിയാൻ പാടില്ല. കാരണം തലവേദനയുടെ മാലിക് അല്ലാഹ്, തലവേദനയുടെ ഖാലിഖ് അല്ലാഹ്, തലവേദനയുടെ മുദബ്ബിർ അല്ലാഹ്. എങ്കിൽ പിന്നെ ആലോചിച്ചിട്ടുണ്ടാ കാര്യം? ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന രീതിയിൽ ഈമാൻ പ്രവർത്തിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ മരുന്ന്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സബറിന് മരുന്ന് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമല്ല. ഇപ്പം മോഡേൺ സയൻസിൽ വലിയ വലിയ ക്യാൻസർ രോഗം പോലും
സഹനശക്തി കൊണ്ട് ചികിത്സിച്ചെടുക്കാം എന്ന കണ്ടുപിടുത്തത്തിലെത്തിയിട്ടുണ്ട് മോഡേൺ സയൻസ്. അത്ഭുതകരമായ ചില ചികിത്സാ രീതികളൊക്കെ, മരുന്നുകളോ മറ്റോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അത്ഭുതകരമായ രീതിയിൽ ക്യാൻസർ പോലും സുഖമായി കൊണ്ടുവരുന്ന ചില അനുഭവ യാഥാർത്ഥ്യങ്ങൾ മോഡേൺ സയൻസുകാർ പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിതാബ് വസ്സുന്ന, മാ ഖാല അല്ലാഹു മാ ഖാല റസൂലുള്ളാഹി വഅസാറു സഹാബ. ഇത് നമ്മൾ ശീലിക്കണം. നമുക്കൊരു പക്ഷെ അത്ഭുതമായി തോന്നിയേക്കാം, എന്താണ് ഈ മൗലവി പറയുന്നത് ചിലപ്പോൾ തോന്നിയേക്കാം. അതെന്തുകൊണ്ടാണ്? ഇടത്ത് കിംസ്, വലത്ത് മിംസ്, മുമ്പിൽ എയിംസ്, ബാക്കില് പിന്നെന്ത് സ് ആണ്? അങ്ങനെ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും സീം കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞാൽ നമുക്ക് തലയിൽ കയറാത്തത്. നമ്മൾ 10 സെന്റ് 5 സെന്റ് വീടുണ്ടാക്കാൻ വേണ്ടി സ്ഥലം നോക്കുമ്പോ ആദ്യം തന്നെ ബ്രോക്കറോട് എന്താ പറയാ, ആ മെഡിക്കൽ കോളേജിന്റെ തൊട്ടപ്പുറത്ത് 2 സെന്റ് കിട്ടുമോ നോക്കേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് നമ്മളെ തൗഹീദ് പറയുന്നവരുടെ ഈമാനും അങ്ങനെയാണ്. ഇങ്ങനെ നമ്മളെ പോലത്തെ ആൾക്കാരുടെ ഈമാനും അത്രയേ ഉള്ളൂ. ഒരു ക്ലിനിക്കിന്റെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ്, ഒരു മെഡിക്കൽ കോളേജിന്റെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെയോ അടുത്ത് വീടുണ്ടാക്കിയാൽ നമ്മളേതായാലും ദുബൈയിലാ, പെണ്ണുങ്ങൾക്ക് കുട്ടികളെ കൂട്ടിയിട്ട് വേഗം കയ്യും പിടിച്ചൊക്കെ നടക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ കണക്കൂട്ടലുകൾ. ആ രീതിയിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലും എല്ലാം ജിംസും മിംസും ആയിട്ട് കിനാവും കൊണ്ട് നടക്കുന്ന നമ്മുടെ മുമ്പിൽ ഞാനിപ്പോ സബറ് കൊണ്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിച്ചോളണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ വലിയ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കശാൻ കുടിച്ചിട്ട് ദഹിക്കണമെന്ന് പറഞ്ഞാൽ ദഹിക്കുന്ന പ്രശ്നമില്ലല്ലോ, അത് ദഹിക്കൂല. ദഹിക്കലും ദഹിപ്പിക്കലല്ല എന്റെ വിഷയം. ദീൻ എന്താണെന്ന് നാം അതിന്റെ ആഴത്തിൽ ചെന്ന് പഠിച്ച് എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു പ്യൂർ മുവഹിദായിട്ട് മരിക്കാൻ നമുക്ക് കഴിയണം. എന്ന കാര്യം സ്വർഗത്തിൽ പ്രവേശിക്കണം ഹിസാബില്ലാതെ, ഒരു തരത്തിലുള്ള പരീക്ഷണവും ശിക്ഷയും നടപടികളും ഇല്ലാതെ. റസൂലുള്ളാഹി നമ്മൾ പറഞ്ഞത് 70,000 പേർ അങ്ങനെ പോകുമെന്ന് ഉറപ്പേതായാലും ഉണ്ട്. പോരാന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉമ്മത്തിൽ ഒരാൾക്ക് 70,000 വീതം അങ്ങനെ കൂട്ടിക്കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. മൊത്തത്തിൽ ആദ്യം 70,000. അഷ്റഫുൽ ഖൽഖിന്റെ പരാതിയെ മാനിച്ച് ഒരാൾക്ക് വീതം 70,000 വീതം. അപ്പൊ 70,000 ഗുണിക്കണം 70,000. ഇപ്പൊ കുറേയായി അൽഹംദുലില്ലാഹ്. അതിലേക്ക് അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം ഇത്രയും കടുപ്പത്തിൽ പറഞ്ഞ് എന്തുകൊണ്ടാണ്? നാം പൊതുവിൽ തൗഹീദ് ചർച്ച ചെയ്യുന്നവരാണ്, ഈമാൻ ചർച്ച ചെയ്യുന്നവരാണ്. ആ തൗഹീദിന്റെ രാജപാതയിൽ അല്ലാഹു തന്നെയാണ് ശരണമെന്ന് ആവർത്തിച്ച് പറയാനും അത് കിനാവും കണ്ട് നടക്കാനും സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ച അത് തന്നെയാണ് അടിസ്ഥാനം. ഇനി അതിന്റെ ശാഖകൾ ക്ലിയർ ആക്കാൻ വേണ്ടി മെനക്കെട്ടാ മതി. അത് തന്നെയാണ് അടിസ്ഥാനം. നമ്മുടെ തനിച്ചുള്ള ജീവിതത്തിൽ, ഒറ്റക്കുള്ള ജീവിതത്തിൽ അല്ലാഹു ആണോ നമ്മൾ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോ എല്ലാം അല്ല തന്നെ, പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ എന്താ ഗൗരി അമ്മ ഇപ്പൊ അള്ളാനെ പ്രസംഗിക്കല്? എന്താ ഗൗരിയമ്മ പറയുന്നറിയോ? ദൈവം എന്നെ കടുത്താതെ കാക്കണേതാണ്. അതിന് മുമ്പ് അവര് ഒരു അഡ്വാൻസ് പിന്നെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത്? കമ്മ്യൂണിസ്റ്റുകൾ ദൈവത്തെ നിഷേധിക്കുന്നവരാണ്, എന്നാലും ദൈവം എന്നെ കടുത്താതെ കാക്കണേന്ന് കഴിഞ്ഞ ആഴ്ച എന്താ പ്രശ്നം വന്നപ്പോ അത് അങ്ങനെ തന്നെ. അത് ഫിത്തരിയാണ്. മനുഷ്യന്റെ പ്രകൃതമാണ്. എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും ശരി, ഒരു ദിവസം അല്ലാഹ് എന്ന് പറയാതിരിക്കില്ല. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് യാഥാർത്ഥ്യമാകണം, തൗഹീദ് തഹ്ഖീഖ് ചെയ്യണം. അങ്ങനെ രക്ഷപ്പെടുമെങ്കിൽ അബൂ താലിബ് രക്ഷപ്പെടണം, അബൂ ജഹൽ രക്ഷപ്പെടണം, ഉത്ബത്ത് രക്ഷപ്പെടണം, ശൈബത്ത് രക്ഷപ്പെടണം. ഇവരാരും അല്ലാഹുവിനെ നിഷേധിക്കുന്നവരായിരുന്നില്ല, ഇവരാരും അല്ലാഹുവിനെ തള്ളിപ്പറയുന്നവരായിരുന്നില്ല. മാത്രമല്ല, ഇന്ന് കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളെക്കാൾ നന്നായി അല്ലാഹുവിനെ സ്നേഹിച്ചവരാണ് അബൂ ജഹലും പാർട്ടിയും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പല മുസ്ലിമീങ്ങളെക്കാളും അല്ലാഹുവിനെ സ്നേഹിച്ചും ബഹുമാനിക്കുകയും ചെയ്ത ആളാണ് അബൂ ജഹലും പാർട്ടിയും. ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് നിങ്ങൾ. ദീനുണ്ട് എന്ന് പറയുന്നവര് പോലും അള്ളാഹുവിനെ പരിഹസിക്കുമ്പോൾ അബൂ ജഹൽ ആ വിഷയത്തിൽ അള്ളാഹുവിനെ ആദരിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് പക്ഷെ ദഹിച്ചെന്ന് വരില്ല ഈ പറഞ്ഞ വാക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് വയസ്സ് 32. വെള്ളം മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം കഅബത്തിന്റെ മുറ്റത്ത് വന്ന് കെട്ടിക്കിടക്കും. കാരണം 4 വെറും മലയാണ്. ഒരു ഭാഗത്ത് സഫാ മല, ഒരു ഭാഗത്ത് മർവ മല, മൂന്നാമത്തെ ഭാഗത്ത് ജബൽ അബി ഖുബൈസ്, പിന്നെ ഒരു ഭാഗത്ത് ജബലുൽ കഅബ, പിന്നെ ഒരു ഭാഗത്ത് ജബലു ഷാമിയ.
അങ്ങനെ 4 ഭാഗത്തും മഴ പെയ്താൽ ആ വെള്ളം മുഴുവനും വന്ന് ചെയ്യുന്ന എവിടെയാണ്? ഈ കഅബ നിൽക്കുന്ന സ്ഥലത്താണ്, കുഴിയാണ് കഅബ. ഈ രീതിയിൽ വെള്ളം വന്നു, കഅബാലയത്തിന് കാര്യമായ തകരാറ് പറ്റി, പൊളിഞ്ഞു വീഴാനായി. ഖുറൈശികൾ യോഗം കൂടി. അന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് വയസ്സ് 32ആണ്, നുബുവത്ത് കിട്ടിയിട്ടില്ല. ഖുറൈശികളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഉമ്മത്തിന്റെ ദുരവസ്ഥ ചിന്തിച്ച് വിഷമിച്ച് കഴിഞ്ഞുകൂടുന്ന കാലം. അബൂജഹൽ പാർട്ടിയടക്കം ഉത്ബത്ത്, ശൈബത്ത്, അതേപോലെ തന്നെ അബൂ താലിബ് അടക്കമുള്ള ഖുറൈശി പ്രമാണിമാര് യോഗം കൂടി. കഅബാലയം ഒന്ന് പുനർനിർമ്മിച്ച തരക്കേടില്ല, അതിനുവേണ്ടി അവർ ഭയങ്കരമായ ചർച്ചകൾ നടന്നു. അങ്ങനെ കഅബാലയം കംപ്ലീറ്റ് പൊളിച്ചു നീക്കി പുതിയ ബിൽഡിംഗ് എടുക്കാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി ജിദ്ദ കടലിൽ തകർന്നു കിടക്കുന്ന ഒരു കപ്പല് അതിന്റെ ഉടമയോട് വില കൊടുത്തു വാങ്ങി. അതിന്റെ പലകയും മരവും ഉപയോഗിച്ചിട്ടാണ് ഒരു പണി തുടങ്ങിയത്. അങ്ങനെ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം തീരുമാനമെടുത്തതിന് ശേഷം അതിന്റെ സാമ്പത്തികത്തെ പറ്റിയുള്ള അന്വേഷണത്തിന് പിറ്റേത്തൊരു യോഗം കൂടി. അതിന്റെ ഒരു ഫൈനാൻഷ്യൽ തീരുമാനം ഉണ്ടാക്കാൻ ആ യോഗം ഭയങ്കരമായ ചർച്ചയായിരുന്നു. കടുകടുത്ത ചർച്ചകൾ നടന്നു. ഖുറൈശി പ്രമാണിമാർ, ഇതിലൊന്നും ആരില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ഖുറൈശി പ്രമാണിമാർ മാത്രമേ ഉള്ളൂ. കടുപ്പപ്പെട്ട ചർച്ചകൾ നടന്നു. ആ ചർച്ചയിൽ ഊനം തിരിഞ്ഞു വന്ന വിഷയം, ഇത് അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന്റെ വീട് അള്ളാഹു പോലെ പവിത്രമാണ്. ആ വീടിനെ നാം പവിത്രമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ ഹലാലായ പണമല്ലാതെ ഒരു കാരണവശാലും കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് ഹറാമായ പണം ഉപയോഗിച്ചുകൂടാത്തതാണ്. ആരാ പറയണേ? പള്ളിയിലെ ഖത്തീബല്ല, നാട്ടിലെ കാളിയാരും അല്ല പറയണത്, അബൂജഹല്. നാം പേര് കേൾക്കുമ്പോൾ ലേനത്തുള്ള പറയില്ലേ, ആ അബൂജഹല്, ആ അബൂലഹബ്, ആ ഉത്ബത്ത്. ഇത് അള്ളാഹുവിന്റെ വീടാണ്. ഒരു കാരണവശാലും ഹലാലായ പണമല്ലാതെ ആകാൻ പാടില്ല. അവർ ചർച്ച ചെയ്തു. അന്ന് മക്കയിലെ പ്രമാണിമാരുടെ കയ്യിലുള്ള പണം 4 രീതിയിലുള്ളതാണ്. ഒന്ന്, ഭൂലോകത്തെ ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരാണ് മക്കക്കാര്, ഖുറൈശികൾ. 2, ഭൂലോകത്തെ ഏറ്റവും വലിയ മദ്യ ഉൽപാദനവും മദ്യ ബിസിനസ്സും നടക്കുന്ന സ്ഥലമാണ് മക്ക. പലിശ ഇടപാടിൽ കോടികൾ സമ്പാദിച്ച ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. മദ്യ ബിസിനസ്സിൽ കോടികൾ സമ്പാദിച്ച ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മൂന്നാമത്തത്, മക്കക്കാരുടെ പണത്തിന്റെ സ്രോതസ് ലോകത്തിലെ അഗ്രഗണ്യന്മാരായ ലോട്ടറിക്കാരാണ്, ചൂതാട്ടക്കാരാണ് മക്കക്കാര്. ഖത്താബിന്റെ മകൻ ഉമർ നമ്പർ 1 ചൂതാട്ടക്കാരനാണ്. കോടികളാണ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. 4, മക്കക്കാർ ഉപയോഗിക്കുന്ന സമ്പത്ത് അവരുടെ പാരമ്പര്യമുള്ള കൃഷിയാണ്. ഈത്തപ്പഴം, മുന്തിരി, അതേപോലെ ഒട്ടകം, ആട് മുതലായവ അവർ വിലയിരുത്തി. മക്കയിലെ മൊത്തം സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചും ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും അവർ ചർച്ച ചെയ്തു. എന്തിന് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്ന വിഷയത്തിൽ ഹലാലായ പണം എവിടുന്നാണ് കിട്ടാൻ നോക്കാൻ. എന്നിട്ട് പരസ്യമായി നോട്ടീസ് ബോർഡിൽ നോട്ടീസ് എഴുതി തൂക്കി, അള്ളാഹുവിന്റെ ഭവനം പുനർനിർമ്മിക്കാൻ പോകുകയാണ്. ഹലാലായ പണം അതുള്ളവർ മാത്രം സഹകരിക്കുക, അല്ലാത്തവർ സഹകരിക്കേണ്ടതില്ല. ആരുടെ കയ്യിൽ ഈത്തപ്പഴം, മുന്തിരി കൃഷി ചെയ്തിട്ടുള്ള പണമുണ്ടോ, ആടുമാട് ഒട്ടകങ്ങളെ കൃഷി ചെയ്തിട്ടുള്ള പൈസയുണ്ടെങ്കിൽ അവരെത്തിച്ചു തരിക, അല്ലാത്തവർ സഹകരിക്കേണ്ടതില്ല. ഹലാലായ പണം വളരെ കുറച്ച് മാത്രമേ ലഭിച്ചുള്ളൂ. കംപ്ലീറ്റ് ഹറാമിന്റെ പണക്കാരാണ്. പണക്കാരും പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ആരെയും പേടിച്ചിട്ടല്ല, അള്ളാന്റെ ഭവനത്തിൽ എന്റെ പൈസ ചേരൽ ശരിയല്ല എന്ന് ചിന്തിച്ചിട്ട്, സ്വന്തം ചിന്തിച്ചിട്ട് അങ്ങനെ കഅബാലയത്തിന് വേണ്ടി സ്വരൂപിച്ച പണം വളരെ കുറച്ചാണ് അവർ ജോലി തുടങ്ങി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച അടിത്തറയിൽ തന്നെ അവർ തറ കെട്ടി, തറ പൂർണ്ണമായി കെട്ടി. കഅബാലയത്തിന്റെ പ്ലാൻ ദീർഘചതുരാകൃതിയിലാണ്. ആ രീതിയിൽ തന്നെ തറ കെട്ടി. പക്ഷേ തറന്റെ പണി പൂർത്തിയാകുമ്പോഴേക്ക് ഹലാലായ പൈസ പകുതിയിലധികവും തീർന്നു.
ഇനി പൈസ കുറച്ചേ ഉള്ളൂ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പൈസ കൊണ്ട് കഅബത്തിന്റെ പണി പൂർത്തിയാകുകയില്ല എന്ന് വെച്ചിട്ട് ഹറാമായ പണം സ്വീകരിക്കുന്ന പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആലോചിച്ച് നോക്കണം. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പള്ളി കമ്മിറ്റിയിലും കോളേജ് കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നവർ, സ്വന്തമായി അറബിക് കോളേജുകളും മദ്രസകളും നടത്തുന്നവർ, സ്വന്തമായി ദീനി പരിശ്രമങ്ങൾ നടത്തുന്നവർ, ഇവരൊക്കെ അടിവരയിട്ടുകൊണ്ട് ആലോചിക്കേണ്ട സമയമാണിപ്പോൾ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അനുവദിക്കപ്പെട്ട പൈസ മാത്രം വെച്ചുകൊണ്ട് കഅബ പണിതാൽ പണി പൂർത്തിയാവില്ല എന്ന് കണ്ടപ്പോൾ ഖുറൈശികൾ ഗൗരവമേറിയ ചർച്ചയുമായി യോഗം കൂടി. ആ യോഗത്തിൽ അവർ തീരുമാനിച്ചു, നമുക്ക് കഅബാലയത്തിന്റെ വണ്ണം കുറക്കാം. ദീർഘചതുരാകൃതി എന്നത് സമചതുരാകൃതിയിലാക്കാം. ഇന്ന് കാണുന്ന കോലം. എന്റെ ബഹുമാനമുള്ളവരെ, അവർ എന്ത് ചെയ്തു? ഒരു ഭാഗം ഒഴിച്ചിട്ടു. ആ ഒഴിച്ചിട്ടതാണ് ഇപ്പം കാണുന്ന വളച്ചുകെട്ട്. ഇപ്പം കാണുന്ന വളച്ചുകെട്ട് അന്ന് ഖുറൈശികൾ ഹലാലായ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒഴിച്ചിട്ട ഭാഗമാണ്. അത് കഴിഞ്ഞ് ഇപ്പുറം അവർ ചുമര് കെട്ടിപ്പോക്കി. ബാക്കിയുള്ള പൈസക്ക് അവർ ഇന്ന് കാണുന്ന കോലത്തിനൊരു നിശ്ചിത ഉയരം വരെ കഅബത്തിന്റെ പണി പൂർത്തിയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വന്നു. സ്വഹാബാക്കൾ ഇസ്ലാമിലേക്ക് വന്നു തുടങ്ങി. പണക്കാരും പ്രതാപക്കാരും ഉണ്ടായി. ഹറാമായ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സുകളും തകർത്ത് തരിപ്പണമാക്കി. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, സഹാബാക്കൾ, ഹലാലായ പണം വന്നല്ലോ നബിയെ, അതുകൊണ്ട് നമുക്ക് കഅബാലയം പൂർവ്വസ്ഥിതിയിലാക്കിയാലോ എന്ന്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, വേണ്ട, അവിടെ നിന്നോട്ടെ, ഞാനതിൽ കൈയിടുന്നില്ല. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ കഅബാലയത്തെ പൊളിച്ച് പുനർനിർമ്മാണം നടത്തിയാൽ പിന്നെ വരുന്നവരെല്ലാം ഇത്തിബാകുന്നു വന്നിട്ട് പൊളിക്കാൻ തുടങ്ങും. അവസാനം കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടാവും. അതുകൊണ്ട് വേണ്ടാന്ന് തീരുമാനിച്ചു. രണ്ട്, ഖുറൈശി കൂട്ടം എടുത്ത ഈ നടപടിക്രമം ലോകം അറിയണം. നാട്ടിലെ കമ്മിറ്റിക്കാർ അറിയണം, പള്ളി നടത്തിപ്പുകാരറിയണം, മദ്രസ നടത്തിപ്പുകാരറിയണം, കോളേജ് നടത്തിപ്പുകാരറിയണം, ദീനിന്റെ സ്ഥാപനക്കാരറിയണം. കൊള്ളപ്പലിശക്ക് പണമെടുത്ത് ബിസിനസ് നടത്തി അതിൽ കിട്ടുന്ന ലാഭം വെച്ചുകൊണ്ട് അള്ളാന്റെ ദീൻ നടത്തുന്നവർ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അറബിക് കോളേജും മദ്രസയും നടത്തുന്നവർ, ബാങ്കിൽ നിന്നെടുത്ത ലോണിൽ നിന്ന് കച്ചവടം ചെയ്ത് കിട്ടിയ ലാഭത്തില് ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവർ, വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലിശക്ക് ലോൺ എടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി, ബിൽഡിംഗ് അതേ ബാങ്കിൽ തന്നെ വാടക കൊടുത്ത് ആ വാടക വാങ്ങി ഖതീബിനും മുഅദ്ദിനും ശമ്പളം കൊടുക്കുന്നവർ, ദീനീ പ്രവർത്തകന്മാരെ തീറ്റിക്കുന്നവർ, അവർക്ക് നിർമ്മാണം ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർക്ക് മദ്രസ ഉണ്ടാക്കി കൊടുക്കുന്നവർ, ഇവരെ മുഴുവനും അള്ളാഹുവിനെ കളിയാക്കുന്നവർ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അളമത്ത് പാലിക്കാത്തവർ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. നമുക്ക് ബിൽഡിങ്ങിന് വണ്ണം കൂടിയാൽ മതി, മുനാരത്തിന് ഉയരം കൂടിയാൽ മതി, നല്ല മൊസൈക്കും നല്ല ഇഷ്ടികയും പാകിയാൽ മതി. അള്ളാഹുവിന്റെ പള്ളി എന്നുള്ള ബോധം ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ ദീൻ എന്ന ബോധം ഉണ്ടാകാൻ പാടില്ല. ഇവിടെയാണ് ബഹുമാനത്തിന്റെ രീതി നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ ആദരിക്കുന്ന കാര്യത്തിൽ ഖുറൈശികൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നമ്മളിൽ പലരും അള്ളാഹുവിനെ കാണുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് ഖുറൈശികൾ അള്ളാഹുവിനെ കണ്ടത്. ആ കാലഘട്ടത്തിൽ അത്ര നന്നായിട്ട് അള്ളാഹുവിനെ അറിയാം അവർക്ക്. അത്ര എങ്ങനെ അറിയാതിരിക്കും? ഖുറൈശികൾ എങ്ങനെ അള്ളാഹുവിനെ അറിയാതിരിക്കും? ചരിത്രം അവരുടെ കയ്യിലാണ്. അവർ കഅബാലയത്തിന്റെ ഭരണാധികാരികളാണ്. അവരുടെ കയ്യിലാണ് സംസമിന്റെ ഭരണാധികാരം. അവരുടെ കയ്യിലാണ് സഫയും മർവയും. അവർ ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ്, ഇസ്മായിൽ നബിന്റെ മക്കളാണ് അവർ. പിന്നെ എങ്ങനെ അവർ അള്ളാഹുവിനെ അറിയാതിരിക്കും? പിന്നെ എങ്ങനെ അവർ നബിനെ അറിയാതിരിക്കും? പിന്നെ എങ്ങനെ അവർ റസൂലിനെ അറിയാതിരിക്കും? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ആരോ പലതും പറഞ്ഞ് നാട്ടിൽ നടപ്പുള്ള സകല ശിർക്ക് താഗൂത്തുകളെയും അനുവദനീയമാക്കി കൊടുക്കാൻ വേണ്ടി ഖുറൈശി കൂട്ടത്തിൽ
കൂട്ടത്തിൽ അള്ളാഹുവിനെ അറിയില്ല എന്ന് വരുത്തി തീർത്ത് അള്ളാഹിനെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ മരത്തോണ്ടുണ്ടാക്കിയ രൂപത്തിന് അള്ളാഹിനെ വേറിട്ട അറിവേ ഖുറൈശികൾക്കുള്ളൂ. അതുകൊണ്ട് ഖുറൈശികൾക്ക് ഇറങ്ങിയ ആയത്ത് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇനി ഏത് ചപ്പ് ചാമണ്ടിനെ പോയി ആരാധിച്ചാലും എവിടെ പച്ച പെയിന്റിട്ടെടുത്ത് പോയി മുട്ടുകുത്തിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരായ മാത്രം മതി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് സാധാരണക്കാരായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വിവരക്കേടിനെയും വിശ്വാസക്കുറവിനെയും ചൂഷണം ചെയ്ത് കോടികൾ ഉണ്ടാക്കി മട്ടുപ്പാവുകൾ ഉണ്ടാക്കി ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണമായും മതമേധാവികള് പൂർണ്ണമായ പൗരോഹിത്യത്തിന്റെ നിലവിൽ സുഖിച്ച് ആർത്തിയും അരച്ചയും തീർത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞവരാണ്, നമ്മൾക്കൊന്നും ശിർക്ക് ബാധകമല്ല, നമുക്കൊന്നും കുഫ്ർ ബാധകമല്ല. അവിടെ ശിർക്കിന്റെ കുഫ്റിന്റെ ആയത്ത് ഏതെങ്കിലും കുഞ്ഞിരാമനും വർഗീസിനും ബാധകാക്കിയാൽ മതി എന്ന് അല്ല സുഹൃത്തുക്കളെ, അല്ല. അള്ളാഹുവിനെ അറിഞ്ഞവരോടാണ് ശിർക്ക് സംസാരിക്കേണ്ടത്, അള്ളാഹുവിനെ അറിഞ്ഞവരോടാണ് കുഫ്ർ സംസാരിക്കേണ്ടത്. കാരണം അള്ളാഹുവിനെ അറിഞ്ഞവർ കുഫറിലേക്ക് പോകുന്നതാണ് അള്ളാഹു തആലക്ക് വിഷമം. അള്ളാഹുവിനെ അറിഞ്ഞവർ ശിർക്കിലേക്ക് പോകുമ്പോൾ അള്ളാഹു തആലക്ക് വിഷമം, അള്ളാഹുവിന്റെ റസൂലിന് വിഷമം. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കളെ കിട്ടിയവരെ രണ്ട് തോളിൽ കൂട്ടി പിടിക്കാൻ അള്ളാഹു തആല റസൂലുള്ളാഹി തങ്ങളോട് കൽപ്പിച്ചു. ഫഗ്ഫിർ ജനാഹക ലിൽ മുഅ്മിനീൻ, ഓ തങ്ങളെ നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചിറക് താഴ്ത്തിയിട്ട് കൊടുക്കണം. ഒരാൾ പോലും നിങ്ങളെ കണ്ണിന്ന് തെറ്റിപ്പോകാൻ പാടില്ല. ഭൗതികമായ താല്പര്യം പരിഗണിച്ച്, ഭൗതികമായ ആസക്തി പരിഗണിച്ച് നിങ്ങൾ ഈ സാധുക്കളെ തൊട്ട് നിങ്ങളെ കണ്ണ് തെറ്റിപ്പോകാൻ പാടില്ല, നിങ്ങളെ ശ്രദ്ധ മാറിപ്പോകാൻ പാടില്ല എന്ന് മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവർ ഏത് സമയത്തും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വന്നവർ അവരെ കൂട്ടി ഇടക്കി പിടിക്കണം, എന്നിട്ട് അവരെ പിടുത്തം വിടാതെ വരുന്നവരെ സംബന്ധിച്ച് നോക്കിയാൽ മതി. ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. سورة الكهف. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മാലിക്കാണ്, അല്ലാഹു തആല ലോകത്തിന്റെ ഖാലിഖാണ്, അല്ലാഹു തആല ലോകത്തിന്റെ മുദബ്ബിറാണ്. ഇതിനൊരു അംശം അല്ലാഹു അല്ലാത്തവർക്ക് വിട്ടുകൊടുത്താൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ലാ അദ്വാ വലാ തൈറത വലാ സഫർ, രോഗം പകരലില്ല, ദുശ്ശകുനമില്ല, സഫറില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇവിടെ എന്താണ് പകരലില്ല എന്നുള്ള വാക്കിന്റെ അർത്ഥം? തീർച്ചയായും രോഗത്തിന് സ്വന്തമായി ഒരു നിലനിൽപ്പില്ല, രോഗാണുക്കൾക്ക് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല, രോഗം പകർച്ച ചെയ്യുന്ന ഒന്നിനും സ്വന്തമായ ഒരു നിലനിൽപ്പുമില്ല. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി, അവന്റെ ഖദർ ഖദാവോടുകൂടി ആ അണുക്കളെ അല്ലാഹ് കൺട്രോൾ ചെയ്തുകൊണ്ടല്ലാതെ രോഗം മറ്റുള്ളവർക്ക് പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് രോഗത്തിന് സ്വന്തമായി ഒരു നിലനിൽപ്പുണ്ടെന്നും രോഗാണുക്കൾക്ക് സ്വന്തമായി ചില താല്പര്യങ്ങളുണ്ടെന്നും വിശ്വസിച്ചു പോകരുത് എന്ന് ഒട്ടകങ്ങൾക്കും മറ്റും ചില രോഗങ്ങൾ പരമ്പരാഗതമായി ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിച്ച ഖുറൈശികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മുസ്ലിമീങ്ങളെ തിരുത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെയാണ് രോഗത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് മാറണമെന്ന് പറയാൻ പറഞ്ഞത്. ലോകത്തെ സംബന്ധിച്ച് ആധുനിക കാലത്ത് ഭീകരമായ എന്തോ ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഭീകരമായ എന്തോ ഒരവസ്ഥ. ആ അവസ്ഥയിൽ നാം മുഴുവനും അടിമകളാണ്, അതിനുവേണ്ടി കോടികൾ നിൽക്കുന്നവരാണ് നാം. രോഗത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കൺട്രോളിൽ നാം രോഗത്തെ മാറ്റിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇടപെടലിൽ നിന്ന് രോഗത്തെ മാറ്റിയിട്ടുണ്ട്. രോഗത്തിന് സ്വതന്ത്രമായ ഒരു ലോകമുണ്ടെന്ന് നാം വിശ്വസിച്ചു പോയിട്ടുണ്ട്. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. രോഗത്തിന് സ്വതന്ത്രമായ ഒരു ലോകമില്ല. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു കാര്യവുമില്ല. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. നിൽക്കുന്നില്ല,
കട്ടിയും കൂട്ടുന്നില്ല. കട്ടി കൂട്ടിയാൽ ചിലപ്പോൾ മനസ്സിലാകാതെ പോകും. അവ രോഗം അള്ളാഹുവിന്റെ നിർമ്മിതിയാണ്, അള്ളാന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിന്റെ ഒരു ഏർപ്പാടാണ്, അള്ളാഹുവിന്റെ ഒരു ഇടപെടലാണ്. ബാക്കിയുള്ള ഇടപെടലുകൾ പോലെ തന്നെ അതും അള്ളാന്റെ കൺട്രോളിലാണ്. എന്തിനാണ് രോഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾ ഈ രോഗത്തെ സംബന്ധിച്ച് എന്ത് തീരുമാനത്തിലാണ് എത്തുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രോഗം. എന്നല്ല, ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല രോഗം, ആരെയും വിഷമിപ്പിക്കാനുള്ളതുമല്ല രോഗം, ആരെയും പ്രയാസപ്പെടുത്താനുള്ളതുമല്ല രോഗം. രോഗം മുഅ്മിനീങ്ങൾക്കുണ്ടാകും, മുശ്രിക്കീങ്ങൾക്കുണ്ടാകും, കാഫിരീങ്ങൾക്കുണ്ടാകും. എന്തുകൊണ്ട് കാഫിരീങ്ങളുടെ രോഗം, മുശ്രിക്കീങ്ങളുടെ രോഗം ഇത്തരം വലിയ വലിയ ചർച്ചകൾക്ക് കാരണമാകുന്നില്ല? കാഫിരീങ്ങളുടെ രോഗമോ മുശ്രിക്കീങ്ങളുടെ രോഗമോ ശിർക്കിലേക്കോ കുഫ്രിലേക്കോ എത്തിക്കേണ്ട ഉത്തരവാദിത്തമോ ഏർപ്പാടോ ശൈത്താൻ ഇല്ല. അതുകൊണ്ട് അവരെ സ്വതന്ത്രമാക്കി വിടും, അതുകൊണ്ട് അവരെ സ്വതന്ത്രമാക്കി വിടും. ആ രോഗത്തെ പറ്റി അവർ കൂടുതൽ ആലോചിക്കേണ്ടി വരികയില്ല. കൂടുതൽ എപ്പോഴും വലിയ അപരാധിയാണ് എപ്പോൾ എല്ലാവർക്കും. കള്ളന്മാര് പത്രത്തിൽ കൂടുതലും മുസ്ലിമീങ്ങൾ, കള്ളുടിയന്മാര് മുസ്ലിമീങ്ങൾ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും രോഗങ്ങള് മുസ്ലിമീങ്ങൾ. എല്ലാവർക്കും ഒരു പരാതി അതാണ്. എന്തുകൊണ്ട്? ഇവിടെയാണ് രോഗത്തെ സംബന്ധിച്ചുള്ള മാനസികാവസ്ഥ മാറ്റേണ്ടത്. ആധുനികം പലതും പറയും. മുസ്ലിമീങ്ങളെ കണ്ടമാനം ഫാസ്റ്റ് ഫുഡ് തിന്നതുകൊണ്ടാണ്, നോമ്പുറക്കുമ്പോൾ ചാപ്പടടിക്കുന്നത് കൊണ്ടാണ്. ഇല്ല സുഹൃത്തുക്കളല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇടപെടലുകളെ പരീക്ഷണമാക്കി മാറ്റുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. കാഫിറുകൾക്ക് പരീക്ഷണത്തിന്റെ വിഷയം വരുന്നില്ല, മുശ്രിക്കീങ്ങൾക്ക് പരീക്ഷണത്തിന്റെ വിഷയം വരുന്നില്ല. ശൈത്താനെ സംബന്ധിച്ചോളം അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, അവരിൽ ആരെയും ശൈത്താനെ കിട്ടേണ്ടതില്ല. അതേ സന്ദർഭത്തിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. അവൻ ഒരുപാട് കാലം പരിശ്രമിച്ചിട്ടായിരിക്കും ഒരാളെ കിട്ടിയിട്ടുണ്ടാകുക. തൗഹീദിലേക്ക് കടന്നു വരലോടെ, തൗഹീദ് മനസ്സിലാവലോടെ 50 കൊല്ലം 40 കൊല്ലം അവൻ മെനക്കെട്ടിട്ട് അവനിക്ക് കിട്ടിയ ഒരു വ്യക്തി അവനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവന്റെ ബേജാറ് ചില്ലറയായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മനുഷ്യകുലത്തിന്റെ മേൽ അല്ലാഹുവിന്റെ തർത്തീബാത്തുകളെ മുഅ്മിനീങ്ങളുടെ മേൽ പരീക്ഷണമാക്കുന്നു അല്ലാഹ്. എന്തിന്? ലബിലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഇഹ്സാൻ ആരാണ് ചെയ്യുന്നത് അറിയാൻ. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ, അതാണ് ഇഹ്സാൻ. നമുക്ക് മറ്റൊരു ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഇഹ്സാനെ വിശദീകരിക്കാം. ദീനുൽ ഇസ്ലാം 3 പാർട്ടാണ്. ഒന്നതിന്റെ പ്രൈമറി സ്റ്റേജ്, 2 സെക്കൻഡറി സ്റ്റേജ്, മൂന്നാമത്തത് അതിന്റെ ഫൈനൽ സ്റ്റേജ്. പ്രൈമറി സ്റ്റേജ് ഇസ്ലാം, സെക്കൻഡറി സ്റ്റേജ് ഈമാൻ, ഫൈനൽ സ്റ്റേജ് ഇഹ്സാൻ. ഇത് മൂന്നും ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നില്ല. ഇസ്ലാമിന്റെ പുരോഗതി, തറക്കി അത് ഈമാനിൽ എത്തിച്ചേരണം, എന്നിട്ട് അത് യഖീനായി രൂപപ്പെടണം, എന്നിട്ട് യഖീൻ ഇഹ്സാൻ എത്തിച്ചേരണം അതിന്റെ പുരോഗതി, എന്നിട്ട് മുഹ്സിനായിട്ട് മരിക്കാൻ കഴിയണം. ഇതാണ് 3 ചർച്ച. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. എന്താണ് ഇതിന്റെ തെളിവ്? അന്ന് സഹാബാക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ ജിബ്രീൽ വന്നിട്ട്, ആ ഒരു മനുഷ്യന്റെ കോലത്തിൽ ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദ്യോത്തര രീതിയിൽ ദീൻ പഠിപ്പിച്ചു. അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചതാ. അപ്പൊ ഇസ്ലാം പറഞ്ഞു കൊടുത്തു നബി തങ്ങൾ. അഖ്ബിർനി അനിൽ ഈമാൻ, മുഹമ്മദ് എനിക്ക് ഈമാൻ പഠിപ്പിച്ചതാ. അപ്പൊ ഈമാൻ പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, മുഹമ്മദ് എനിക്ക് ഇഹ്സാൻ പഠിപ്പിച്ചതാ. അപ്പൊ ഇഹ്സാൻ പഠിപ്പിച്ചു കൊടുത്തു നബി തങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ വന്നത് ആരാന്നറിയുമോ നിങ്ങൾ? അല്ലാഹു റസൂലു അലം. അറിയില്ല നബിയെ. അതാക്കും ജിബ്രീൽ ലിയുഅല്ലിമക്കും ദീനക്കും. അത് ജിബ്രീലാണ്, നിങ്ങൾക്ക് നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം റസൂലുള്ളാഹി തങ്ങളുടെ ദീൻ ജിബ്രീൽ നബി തങ്ങളിലൂടെ പഠിപ്പിച്ച ദീൻ ഏതാണ്? അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്? അത് പഠിച്ചെടുക്കണം, അത് പഠിച്ചെടുക്കണം. ഇതിന് 3ാമത്തെ ഡിഗ്രിയാണ് ഇഹ്സാൻ. അപ്പൊ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ആമ്മാക്കി വെച്ചിരിക്കുകയാണ്. ആമ്മാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. ആ കൂട്ടത്തിൽ മനുഷ്യർക്കും ഉള്ളതാണ്. മനുഷ്യരിൽ നിന്ന് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. മുഅ്മിനീങ്ങളുടെ രോഗം ഇഹ്സാൻ പരിശോധിക്കാനുള്ളതാണ്. മുഅ്മിനീങ്ങളുടെ രോഗം ഇഹ്സാൻ പരിശോധിക്കാനുള്ളതാണ്. അപ്പൊ രോഗം ചികിത്സിക്കാനുള്ള 1ാമത്തെ ഉപാധി എന്താണ്? അസ്സബ്ർ, ക്ഷമയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്ഷമ? അസ്സബ്ർ തർക്കു ശക്വ മിൻ അലമിൽ ബൽവാ ലിഗൈരില്ലാ. പരീക്ഷണങ്ങളിലൂടെ വരുന്ന
നോവുകളും വേദനകളും, അതിലൂടെ ഉണ്ടാകുന്ന നോവും വേദനയും, പരീക്ഷണങ്ങളിലൂടെ ഉണ്ടാകുന്ന നോവും വേദനയും അല്ലാഹു അല്ലാത്തവരോടുള്ള പരാതി ഒഴിവാക്കുക. സബറായി. അതാണ് ഈ ബഹുമാനപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. ചെയ്തത് ഒന്നാമത്തെ വിശദീകരിക്കാൻ മാത്രം സമയം എറ്റിങ് പറയാം, അവസരം കിട്ടാൻ വിശദീകരിക്കാൻ പിന്നീട്. രണ്ടാമത്തെ ഉപാധി എന്താ? മാത്രവുമല്ല, ക്ഷമയെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എന്തിനേക്കാൾ മുമ്പിലാ സബർ പറഞ്ഞിരിക്കുന്നത്? എന്തിന്റെ മുമ്പിലാ സബർ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനോട് സഹായത്തെ തേടുക, ബിസ്സബ്ർ, ക്ഷമിച്ചിട്ട്, വസ്സലാ, നിസ്കരിച്ചിട്ടും. അപ്പൊ നിസ്കാരം അവിടെ എത്തുമ്പോൾ എത്ര സ്ഥാനത്തായി? എല്ലാ കാര്യത്തിലും നിസ്കാരം ഒന്നാം സ്ഥാനത്താണ്. ഇവിടെ നിസ്കാരം രണ്ടാം സ്ഥാനത്താണ്. ഇവിടെ ഒന്നാം സ്ഥാനത്ത് ആരാണ്? സബ്റ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനമുള്ളവരെ, രോഗത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ വകുപ്പ് അദ്ദുആ. രണ്ടാമത്തെ സ്ഥാനത്ത് ദുആ. എന്താണ് ദുആ? അടിമകൾ അവരുടെ ആവശ്യങ്ങളെ അല്ലാഹുവോട് ഒന്നിക്കിൽ വാക്കുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കൽബ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ കണ്ണുനീർത്തുള്ളികളെ ഉപയോഗിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വികാരത്തിനാണ് നാം ദുആ എന്ന് പറയുന്നത്. ദുആ 2-3 തരത്തിലാവാം. ഒന്ന് നാവ് കൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാവാം. 2 ഹൃദയത്തിൽ ഒതുക്കി പിടിച്ച് അല്ലാഹുവിനോട് സങ്കടപ്പെടുന്നതിലാവാം. 3 കണ്ണുനീർത്തുള്ളികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാവാം. ദുആ വായ കൊണ്ടൊന്നും പറയണമെന്നില്ല, കണ്ണുനീർത്തുള്ളികളെ മാത്രം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. കൽബ് നിറച്ചും ആധികളാണ്. ഈ ആധി നന്നായിട്ട് അറിയുന്നവനാണ് ആര്? യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും തെറ്റിനോട്ടവും അറിയുന്നവനാണ് അല്ലാഹ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം അറിയുന്നവനാണ് അല്ലാഹ്. ഹൃദയത്തിൽ കുവിഞ്ഞുകൂടിയിരിക്കുന്ന നോവുകൾ അതിന്റെ ഉള്ളിൽ നിന്ന് ചൂടായി പൊട്ടി കൽബിന്റെ ഭിത്തികൾ തകർത്ത് കണ്ണീരായി പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഉടമസ്ഥന്റെ മുമ്പിൽ ഒരിറ്റ് കണ്ണീർ 1000 വാക്കുകൾക്ക് പകരമാണ്. ഒരിറ്റ് കണ്ണീർ. ചെറിയ കുഞ്ഞു മക്കൾ 1 വയസ്സ് 2 വയസ്സ് ഉമ്മയിൽ നിന്നും ഉപ്പായിൽ നിന്നും കാര്യങ്ങൾ നേടുന്നത് എങ്ങനെയാണ്? ചെറിയ കുഞ്ഞ് അവന് വയറുവേദന എന്ത് ചെയ്യും? കരയും. ചെവി വേണമെന്നാലോ കരയും. ബസ്നാലോ, മൂത്രമൊഴിക്കാൻ മുട്ടിയാലോ കരയും. മൂത്രമൊഴിച്ചാലോ കരയും. കംപ്ലീറ്റ് ക്യാൻസർ. എന്താ കാര്യം? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉമ്മാക്ക് കരച്ചന്റെ ഭാഷ അറിയാം, പക്ഷെ ആർക്കറിയില്ല? മമ്മിക്കറിയില്ല. കുഞ്ഞിന്റെ കരച്ചന്റെ ഭാഷ ഉമ്മാക്കറിയാം, മമ്മിക്ക് അറിഞ്ഞോളണമെന്നില്ല. മൽ ഫർഖു ബൈനൽ ഉമ്മ വ മമ്മി. എന്താ ഉമ്മി മമ്മി നമ്മുടെ വ്യത്യാസം? അത് ഒരു ദിവസം ഫുള്ളായിട്ട് പറയേണ്ടതുണ്ട്, ഇപ്പം പറഞ്ഞാൽ തീരൂല. ഉമ്മയും മമ്മിയും നമ്മുടെ വ്യത്യാസം ഒരുപാടുണ്ട്. ഉമ്മ വേറെ, മമ്മി വേറെ. ഉമ്മ അല്ലാഹ് ഇട്ട പേരാണ്. അല്ലാഹ് ഇട്ട പേര് മാറ്റാണല്ലോ നമ്മുടെ മെയിൻ ജോലി തന്നെ. അതുകൊണ്ട് അള്ളാന്റെ പേരേ മാറ്റി, പിന്നെ ബാക്കിയുള്ള പേര് മാറ്റുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നാം ഖാലിക്കിനെ പടച്ചോനാക്കി, പിന്നെ തമ്പുരാനാക്കി, അല്ലേ? അതാണ് എന്താ വിളിക്കല്? തമ്പുരാന്ന് പറഞ്ഞാൽ തമ്പുരാട്ടിന്റെ മാപ്പിളല്ലേ? തമ്പുരാട്ടിന്റെ ഭർത്താവല്ലേ തമ്പുരാന്ന് പറയുന്നത്. അപ്പൊ ആരാ അള്ളാന്റെ ഭാര്യ? എന്തടിസ്ഥാനത്തിലാ തമ്പുരാന്ന് വിളിച്ച അള്ളാനെ? എന്തടിസ്ഥാനത്തിലാ ദൈവമെന്ന് വിളിക്കുന്ന അള്ളാനെ? എന്താ വകുപ്പ്? ഏത് വാക്കിന്റെ അർത്ഥമാണത്? എൻ്റെ പേര് അബ്ദുള്ള. നിങ്ങൾ ദൈവദാസൻ മൗലവി എന്ന് വിളിച്ച് ഞാൻ സഹിക്കുമോ? എന്താ അബ്ദുള്ളാന്റെ മലയാള വാക്ക്? ദേവദാസൻ. ദാസൻ അബ്ദ്, ദേവൻ അല്ലാഹ്. ദേവദാസൻ. അതെന്നെ നിങ്ങൾ ദേവദാസൻ വിളിച്ച് ഞാൻ സഹിക്കുമോ? എങ്കിൽ പിന്നെ അള്ളാഹ് എങ്ങനെ സഹിക്കും? അള്ളാഹ് ഇട്ട പേര് അള്ളാഹ് വിളിക്കണം. അള്ളാഹ്ക്ക് അള്ളാഹ് ഇട്ട പേരാണ് അള്ളാഹ്. അത് ദൈവമാക്കാൻ നമുക്ക് എന്താ അവകാശം? അള്ളാഹ്ക്കിട്ട പേരാണ് റഹ്മാൻ, അതിനെ കരുണാകരനാക്കാൻ നമുക്ക് എന്താ അവകാശം? അള്ളാഹ്ക്കിട്ട പേരാണ് റഹീം, അതിനെ കരുണാനിധിയാക്കാൻ നമുക്ക് എന്താ അവകാശം? ആരാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹിന്റെ നാമത്തിൽ അർത്ഥം വെച്ചത്? വല്ലാഹി തമ്പുരാൻ തന്നെയാണ് സത്യം. അത് അപകടമാണ്.
ഒരു മുഅ്മിന് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം ഇങ്ങനെ വെച്ചാൽ മതി, റഹ്മാൻ റഹീമായ അല്ലാഹുവിന്റെ നാമത്തെ ഞാൻ ആരംഭിക്കും തുടങ്ങിയാണ്. ഇതിന് കരുണാകരന് പഠിച്ചേ പറ്റൂ. അസ്മാ സിഫാത്തുകളോട് മതിപ്പില്ലാത്തതുകൊണ്ടാണത്. ഞാനൊരു വിഷയം പറഞ്ഞ് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ അസ്മായിനും സിഫാത്തിനും ഉദാഹരണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നതാണ്. പിന്നെ ഇതൊക്കെ അറിയാലോ, ഞാൻ വലിയ പണ്ഡിതന്മാരെ മാതിരി അങ്ങനെ കീറി മുറിച്ച് സംസാരിച്ച് ശീലമില്ലാത്തൊരുത്താണ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിലോട്. ഇങ്ങനെ തുടങ്ങും, ഇങ്ങനെ തൊഴിഞ്ഞു പോവും, എവിടെയെത്ത് നാട് നിർത്തും, എന്നിട്ട് ബാക്കി പിന്നെ പറയാതെ പറയാം. അങ്ങനെയാണ് അങ്ങനെ ശീലിച്ചതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പറഞ്ഞു നീണ്ടുപോയി. ബിസ്മില്ലാ, സമയമായി. 10:10. അപ്പൊ ശരി, രണ്ടാമത്തത് ദുആ. മൂന്നാമത്തത് ഇസ്തിഅമാലു. നിർത്തുന്നില്ല, മൂന്നാമത്തെ മാത്രം പറയാം. ഇസ്തിഅമാലു അസ്ബാബിൽ മുജറബാത്ത്. രോഗശമനത്തിന് പരീക്ഷിക്കപ്പെട്ട വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുക. ഇസ്തിഅമാലു അസ്ബാബിൽ മുജറബാത്ത്. അസ്സബ്ർ വദ്ദുആ വസ്തിഅമാലു അസ്ബാബിൽ മുജറബാത്ത്. ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. അള്ളാഹു പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാം ഇങ്ങനെ പറഞ്ഞൊരു ദിവസം ഇത് നമ്മുടെ കൽബിൽ ഇറങ്ങണം. ഒരു ദിവസം 2 ദിവസം 3 ദിവസം 10 ദിവസം പറഞ്ഞുകൊണ്ടൊന്നും ഇറങ്ങി കിട്ടൂല. അങ്ങനെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിക്കും പോലെ ഈമാൻ പഠിച്ചാൽ ശരിയാവില്ല. കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ അതിപ്പം പിന്നെ മൂത്രമൊഴിച്ചാൽ മനാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് 3-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കർമ്മസ് കൊണ്ട് കാണിച്ചു കൊടുത്താൽ 120 വയസ്സ് വരെ ഓനങ്ങനെ കഴിക്കോളും. പിന്നെ പുതുതായിട്ട് പഠിച്ചോണ്ട് മൂത്രമൊഴിച്ചാൽ ഇങ്ങനെ മനാലിക്കണം, ഇങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം ചെയ്യണ്ട. പക്ഷെ ഈമാൻ അങ്ങനെയല്ല. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞുകൊണ്ടിരിക്കണം. മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കണം, മരിക്കുന്നവരെ കേട്ടുകൊണ്ടിരിക്കണം. മരിക്കാൻ നേരത്ത് അള്ളാഹിനെ സംബന്ധിച്ച് നല്ല ബോധത്തോടു കൂടി മരിച്ചു കിട്ടണം. അള്ളാഹു പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ നല്ല താക്കത്തും ഖുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ട്യൂമർ രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ അല്ലാഹു അവന്റെ ഖുദ്റത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു തിരിച്ചെടുത്ത ആഫിയത്ത് ദയപൂർവ്വം അള്ളാഹു മടക്കി കൊടുക്കുകയും മരിക്കുന്നത് വരെ നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്ക് അത്തരം രോഗങ്ങൾ കൊണ്ടൊന്നും അള്ളാഹ് പരീക്ഷിക്കാതിരിക്കുകയും നമുക്ക് അള്ളാഹു ഓശാരമായി തന്ന ഈ ആഫിയത്ത് ഒരു പോറലോ ഏൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബർസഖിന്റെ ലോകത്താണ്, കാത്തിരിപ്പിന്റെ ലോകത്ത്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല റാഹത്തിലാണ്, മറ്റു ചിലർ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ, ദൂരത്തിൽ, വളരെ വിഷമത്തിലും പ്രയാസത്തിലും. അള്ളാഹു എല്ലാവരെയും അവൻ്റെ അടുത്ത് കൂട്ടി ഇണക്കി സന്തോഷിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ പെടുത്തി കൊടുക്കട്ടെ. നാമും മരിച്ചു ബർസഖിലെത്തുമ്പോൾ അവരെ ഒന്നിച്ച് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും തൗഹീദിൻ്റെ രേഖകൾ അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട് അള്ളാഹു താല സന്തോഷവാനായി അള്ളാഹുവിൻ്റെ അടുത്ത് കാലാകാലം കഴിച്ചു കൂട്ടാൻ എന്താണോ വേണ്ടത് അത് അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പൂർത്തിയാക്കി തരട്ടെ. والله أعلم وأستغفر الله العظيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.